മണിച്ചേട്ടൻ്റെ ആയിട്ട് വളരെ എന്താ ഒരു സഹോദരനെ പോലുള്ളൊരു ബന്ധം എനിക്ക് അദ്ദേഹവുമായിട്ടുണ്ടായിട്ടുണ്ട്. എനിക്ക് പറഞ്ഞാൽ എൻ്റെ കല്യാണ സമയത്ത് എനിക്ക് താലിമാല വാങ്ങി തന്നത് വരെ മണിച്ചേട്ടനാണ്. കുറച്ച് ഗ്ലാമറുള്ള ആൾക്കാരെ വരയ്ക്കാൻ കുറച്ച് റിസ്ക്കാണ്. ചെറിയ ഡിഫോമിറ്റി വലിയ ബുക്ക്. VK ശ്രീരാമൻ ചേട്ടൻ്റെ വീട്ടിൽ എന്നെ ഒന്ന് കാണണമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. അങ്ങനെ ഞാൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി. പക്ഷെ പുള്ളി നല്ല തിരക്കിലായിരുന്നു. എനിക്ക് സുരേഷിനോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്, സുരേഷ് അത് കേൾക്കാന്ന് പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞു. സുരേഷ് ഉണ്ടാക്കുന്നതെല്ലാം പോപ്പീഡിയാണ്. ഞാനപ്പോൾ അവിടെ ഒന്നുമല്ലാതെ അങ്ങനെ ഇരിക്കുകയാണ്. ഇപ്പം എന്തുകൊണ്ട് നമുക്ക് ഐസ് കട്ടയിലും പെയിന്റ് അടിച്ചുകൂടാ? ഈ ഒരു പ്രദേശത്ത് ചെയ്യാൻ പോയതും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. ഒരു 7 മണിയോടുകൂടി നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്തു. നമുക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്കറിയാം ഈ ചൂട് കൊണ്ട് ഐസ് വിള്ളുന്നതിന്റെ പടക്കം പൊട്ടണ പോലത്തെ സൗണ്ട് ഇങ്ങനെ നമുക്ക് അവിടെ ഇവിടെ കേട്ട് കേൾക്കാം. മമ്മൂട്ടിയുടെ ഒരു ചിത്രം ചെയ്ത് നമ്മൾ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോണിന്റെ നിറങ്ങളാണ്, പൗച്ചുകളും അതെല്ലാം. ഏറ്റവും റിസ്ക് പിടിച്ചിട്ടുള്ള ഒരു വർക്ക് എന്ന് പറയുന്നത് വെള്ളത്തിനടിയിൽ പോയിട്ട് ചെയ്ത വർക്കാണ്. അത് പാങ്ങോട് മിലിറ്ററി ക്യാമ്പിൽ വിക്രം ബത്ര എന്ന് പറയുന്നൊരു സൈനികന്റെ ചിത്രമാണ് നമ്മൾ അവിടെ അന്ന് വരച്ചത്. പഴഞ്ചൊല്ലുകൾ വരെ തിരുത്താൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. തീക്കട്ടയിലും ചിലപ്പോൾ അടുത്തയിൽ നമ്മൾ തീക്കട്ടയിലും ചെയ്തിരിക്കുന്നു. ലൈവ് പെയിന്റിംഗ് കലാകാരൻ വ്യത്യസ്ത മീഡിയങ്ങൾ ഉപയോഗിച്ച് ചിത്രങ്ങൾ നിർമ്മിക്കുകയും ശില്പങ്ങൾ ഉണ്ടാക്കുകയും ഒക്കെ ചെയ്യുന്ന പ്രശസ്തനായ ശ്രീ ഡാവിഞ്ചി സുരേഷാണ് ലൈഫ് ലൈനിൽ ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്. നമസ്കാരം. നമസ്കാരം. ഐസ് കട്ടയിൽ പെയിന്റ് അടിക്കുക എന്ന് കേട്ടിട്ടുണ്ട്. പക്ഷേ ആദ്യമായിട്ട് ഐസ് കട്ടയിൽ പെയിന്റ് അടിച്ച് ഒരാളായിരിക്കും താങ്കൾ. 70 അടി വലിപ്പമുള്ള ഒരു ശിവന്റെ ചിത്രമാണ് ലഡാക്കിൽ പോയിട്ട് -20 ഡിഗ്രി നിന്ന് ചെയ്തിട്ടുള്ളത് അല്ലേ? ആ ചിത്രത്തിന്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് പറയാമോ? ഒരു 10 വർഷത്തോളമായിട്ട് മനസ്സിൽ കൊണ്ടുനടക്കുന്ന ഒരു ആശയമാണ് ഇങ്ങനെ ഐസും കട്ടയിൽ പെയിന്റ് അടിക്കണം എന്നുള്ളത്. നമ്മളിപ്പോൾ ഒരു 100 മീഡിയം ചെയ്യണം എന്നൊരു ആഗ്രഹത്തിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിലൊരു 98ാമത്തെ മീഡിയമാണ് ഈ ഐസ് കട്ടയിൽ പെയിന്റ് അടിക്കുക എന്ന് പറയുന്നത്. നമുക്ക് വെള്ളത്തിന് മുകളിൽ ചിത്രം വരയ്ക്കാൻ പറ്റി, വെള്ളത്തിനടിയിൽ പോയിട്ട് ചിത്രം വരയ്ക്കാൻ പറ്റി, തീയിലും പുകയിലും മണ്ണിലും കല്ലിലും പുല്ലിലും പാടത്തും പറമ്പിലും വരെ നമുക്ക് വലിയ ചിത്രങ്ങൾ ഉണ്ടാക്കാൻ പറ്റി. അപ്പോൾ എന്തുകൊണ്ട് നമുക്ക് ഐസ് കട്ടയിലും പെയിന്റ് അടിച്ചുകൂടാ? മാറ്റങ്ങളുടെ കാലമാണ്, തിരുത്തലുകളുടെ കാലമാണ്. അപ്പോൾ നമുക്ക് പരിശ്രമിക്കാത്തത് കൊണ്ടാണ് പലർക്കും ഇതുവരെ അത് ചെയ്യാൻ കഴിയാത്തതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരു ഐസായി കിടക്കുന്ന ഒരു പ്രദേശത്ത് ഇത്ര വലുപ്പത്തിൽ കളർഫുള്ളായിട്ടുള്ള ഒരു ചിത്രം നമ്മൾ നെറ്റിൽ സെർച്ച് ചെയ്താൽ പോലും നമുക്ക് കാണാൻ കഴിയില്ല. ആദ്യം ഒരു 30 അടി വലുപ്പത്തിലൊക്കെ ചെയ്യാനാണ് ഞാൻ കരുതിയിരുന്നത്. പക്ഷെ അവിടുത്തെ ചെന്നപ്പോൾ നമ്മൾ പല സ്ഥലങ്ങളിങ്ങനെ തേടി നടന്നു. ശരിക്കും ജനുവരി മാസത്തിലാണ് അവിടുത്തെ തണുപ്പ് കൂടുന്ന ഒരു സമയം എന്ന് പറയുന്നത്. ഫെബ്രുവരി മാസം. ഫെബ്രുവരി പകുതിയോടുകൂടി ഈ ചൂട് വരാൻ തുടങ്ങും. അപ്പോൾ മഞ്ഞുരുകയും അതുപോലെ ഐസുരുകയൊക്കെ ചെയ്യുന്ന ഒരു സമയമാണ്. പക്ഷേ ഞങ്ങൾ വന്ന സമയം ഒരു കറക്റ്റ് ടൈം എന്ന് പറഞ്ഞ പോലെ ഐസുരുകുന്നതിന് തൊട്ട് മുമ്പുള്ള ഒരാഴ്ചയാണ് ഞങ്ങൾ എത്തിപ്പെട്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പല സ്ഥലങ്ങളിലും പോകുമ്പോഴൊക്കെ അവിടുത്തെ പുഴകളും തടാകങ്ങളും ഒക്കെ ഇങ്ങനെ ഐസുരുകി വെള്ളമായിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമായിരുന്നു. അപ്പോൾ അതല്ലാതെ കുറേ നമ്മളിങ്ങനെ സെർച്ച് ചെയ്യുന്നതിന് ഇടയ്ക്കാണ് ഈ ജനവാസ കേന്ദ്രമല്ലാത്തൊരു വലിയൊരു ഒരു പ്രദേശം നമുക്ക് കാണാനായത്. അവിടെ വെള്ളം ഇങ്ങനെ കെട്ടിക്കിടക്കുന്ന ഐസ് ഇങ്ങനെ ഒരു എന്താ പറയുക, ഒരു 2 മലകൾക്ക് നടുവിലൊരു V ഷേപ്പിൽ പുഴ പോലെ അല്ലെങ്കിൽ തടാകം പോലെ കെട്ടിക്കിടക്കുന്ന ഒരു വെള്ളമാണ്. ആ വെള്ളത്തിന് മുകളിൽ ഒരു 5 അടി അല്ലെങ്കിൽ 1.5 മീറ്ററൊക്കെ കനം വരെ ഐസ് ഇങ്ങനെ കട്ടയായിട്ട് ഒരു ഗ്രൗണ്ട് പോലെ ഇങ്ങനെ കിടക്കുകയാണ്, കണക്റ്റായിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ അതിൻ്റെ മുകളിൽ കുറച്ച് മഞ്ഞൊക്കെ വീണ് കിടക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നമ്മളൊരു 30 അടി എന്നുള്ളത് 70 അടിയിലേക്ക് മാറ്റി. കാരണം അവിടെ വളരെ ചെറുതായി പോകും നമ്മൾ ചെയ്യുന്നതൊക്കെ. എൻ്റെ ചിത്രങ്ങൾ എന്നൊക്കെ പറയുന്നത് 350 അടി വലിപ്പം വരെയുള്ള വലിയ ഗ്രൗണ്ടുകളിലൊക്കെയാണ് നമ്മൾ ഓരോ ചിത്രങ്ങൾ ചെയ്യുന്നത് തന്നെ. പക്ഷേ ഐസിൽ ചെയ്യുന്നതിനൊരു സമയപരിധി ഉണ്ട്. എപ്പോഴും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ അന്തരീക്ഷത്തിൻ്റെ താപനില അനുസരിച്ചിട്ടാണ് ഈ ഐസ് ഉരുകുകയും. നമ്മുടെ നാട്ടിലൊക്കെ നമുക്ക് ഐസിൻ്റെ മുകളിൽ പെയിൻ്റ് അടിക്കാൻ പറ്റാത്തതിൻ്റെ കാരണം അന്തരീക്ഷ താപനില ആണ് പ്രധാനമായിട്ടുള്ളൊരു പ്രശ്നം വരുന്നത്. കാരണം ഐസ് ഉരുകിക്കൊണ്ടിരിക്കും. നമ്മളുടെ പുറത്ത് ഓൺ എയറിൽ നമ്മൾ വെച്ച് കഴിഞ്ഞാലുള്ള ഐസ് ഉരുകിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ പക്ഷേ അവിടെ തണുപ്പ് -12 ഡിഗ്രിയാണ്. രാത്രി സമയങ്ങളിലൊക്കെ 18ഉം 20ഉം വരെയൊക്കെ ഡിഗ്രി മൈനസായിട്ട് കിടക്കുന്ന സമയം ഭയങ്കര തണുപ്പായിരിക്കും. നമ്മളവിടെ ചെന്നാൽ തന്നെ നമുക്ക് 2 അടി നടക്കുമ്പോഴേക്കും അവിടെ ഓക്സിജൻ ലെവൽ വളരെ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക്
കിതയ്ക്കാനും അതുപോലെ തന്നെ നമ്മളുടെ ശാരീരിക അന്തരീക്ഷ ഇതൊക്കെ ആയിട്ട് പൊരുത്തപ്പെടാനൊക്കെ കുറച്ച് സമയം പിടിക്കും. ഒരു ദിവസം നമ്മൾ റൂമിൽ തന്നെ ഇരിക്കണം, അവിടുത്തെ സ്ഥലവും കാലാവസ്ഥയൊക്കെ ആയിട്ട് നമ്മൾ മിങ്കിൾ ചെയ്ത് പോകണം. അപ്പം അത്രയും കാര്യങ്ങളും ഡ്രസ്സിങ് വരെ നമ്മളൊരു 3 ലെയർ ഡ്രസ്സൊക്കെ ധരിച്ചിട്ട് വേണം അവിടെ പുറത്തിറങ്ങണമെങ്കിൽ തന്നെ. അപ്പം അത്രയും റിസ്ക് എടുത്തിട്ടാണ് നമ്മൾ ഈ ഐസിൻ്റെ പുറത്ത് ഈ ഒരു പ്രദേശത്ത് ചെയ്യാൻ പോയതും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു സാഹസികമായിട്ടുള്ളൊരു വർക്കായിട്ടാണ് ഞങ്ങൾക്ക് തോന്നിയത്. കാരണം ഇതിൻ്റെ കരയോട് ചേർന്നുള്ള വശമൊക്കെ ഐസിൻ്റെ കനം കുറവായിരിക്കും, വെള്ളം സൈഡിലൂടെ അടിയിലൂടെ വരുന്നൊരു സ്ഥലമായതുകൊണ്ട് ചവിട്ടിയാൽ തന്നെ ചിലപ്പോൾ താന്നു പോകും. നമ്മൾ കുറച്ചൊരു 20 അടി മാറിയിട്ട് ഉള്ളിലേക്ക് മാറിയിട്ട് പിന്നൊരു 70 അടിയാണ് നമ്മൾ ഈ ഒരു മഹാദേവന്റെ ചിത്രം വരയ്ക്കുന്നത്. അവിടെ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് ആദ്യമൊന്നും വലിയ കുഴപ്പമൊന്നും തോന്നിയില്ല. കാരണം തലേ ദിവസം 4 മണിക്കാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. തണുപ്പ് വരുന്ന സമയമാണ്, കൂടുതൽ തണുപ്പാവുന്ന സമയമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളൊരു 6 മണി വരെ നമ്മളത് കണ്ടിന്യൂ ചെയ്തു, സ്കെച്ചൊക്കെ ചെയ്തു, തലയുടെ കുറച്ച് ഭാഗമൊക്കെ വരച്ചു. പിന്നെ തണുപ്പ് കൂടിയത് കൊണ്ട് നമുക്ക് അവിടെ നിൽക്കാൻ പറ്റില്ല, തിരിച്ചു പോയി. പിറ്റേ ദിവസം രാവിലെ 6 മണിക്ക് എത്തി, ഒരു 7 മണിയോടുകൂടി നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഒരു 11 മണിയോടുകൂടി നമ്മളുടെ വർക്ക് ഏകദേശമൊക്കെ നമുക്ക് പൂർത്തിയാക്കാൻ സാധിച്ചു. അപ്പം അതിൽ നമുക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്കറിയാം ഈ ചൂട് കൊണ്ട് ഐസ് വിള്ളുന്നതിൻ്റെ പടക്കം പൊട്ടണ പോലത്തെ സൗണ്ട് ഇങ്ങനെ നമുക്ക് അവിടെ ഇവിടെ കേട്ട് കേൾക്കാം. പിന്നെ അടിയിൽ നിന്ന് ഇങ്ങനെ വെള്ളം മർദ്ദത്തിൽ ഇങ്ങനെ തള്ളുന്നതിൻ്റെ ഒക്കെ ഒരു ഇത് നമുക്ക് അവിടെ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് ചിലപ്പോൾ പേടിയാവും. പക്ഷെ നമ്മൾ തുടങ്ങി വെച്ചല്ലോ, എന്തായാലും അത് പൂർത്തീകരിച്ചിട്ട് തിരിച്ചു പോരുള്ളൂ എന്ന് പറഞ്ഞ പോലെ നമ്മളങ്ങനെ കണ്ടിന്യൂ ചെയ്തു, അത് പൂർത്തിയാക്കി തിരിച്ചു പോകുന്നു എന്നുള്ളതാണ്. ശരിക്കും ഇതിൻ്റെ പ്രധാനം നമ്മൾ ഈ അന്തരീക്ഷത്തിൻ്റെ താപനില തന്നെയാണ്. കാരണം ഇത്തരം ഒരു വർക്ക് ഞാൻ മുമ്പ് ബലൂണുകൾ ഉപയോഗിച്ച് നമ്മുടെ തിരുവനന്തപുരത്തും യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിൽ ഒരു ഗാന്ധി ജയന്തിക്ക് മഹാത്മാഗാന്ധിയുടെ 152ാം ജന്മദിനത്തിനാണ് അദ്ദേഹത്തിൻ്റെ ഒരു 152 അടി വലുപ്പമുള്ള വലിയൊരു ചിത്രം ഒരു ഗ്രൗണ്ടിൽ, അവിടുത്തെ യൂണിവേഴ്സിറ്റി ഗ്രൗണ്ടിൽ, നമ്മൾ സ്റ്റേഡിയത്തിൻ്റെ ഗ്രൗണ്ടിൽ നമ്മൾ ബലൂൺ ഉപയോഗിച്ചിട്ട് ചെയ്തിരുന്നു. ബലൂൺ എന്ന് പറയുന്നത് ഈ എന്താ പറയുക, വെയിൽ വരുമ്പോൾ ചൂട് വരുമ്പോൾ പൊട്ടിപ്പോവും. അപ്പോൾ ആ പൊട്ടുന്നതിന് മുൻപ് നമുക്ക് ഈ ചിത്രം ചെയ്ത് തീർക്കണം. അപ്പോൾ ഇതേപോലെ തലേ ദിവസം 4 മണിക്ക് നമ്മൾ ആ വെയിലാറിയതിന് ശേഷം ആരംഭിച്ച് അന്ന് രാത്രി കണ്ടിന്യൂ ആയിട്ട് നിന്ന് ഉറക്കളച്ച് നിന്ന് ഫുൾ ബലൂൺ, ഒരുപാട് പേരുണ്ടായിരുന്നു ബലൂൺ കെട്ടാനായിട്ട്. കാരണം വലിയ ഏരിയ ആണല്ലോ, 152 അടി വലുപ്പമുണ്ട്. നമ്മൾ കാർപ്പറ്റ് വിരിച്ച് അതുമ്മേൽ റോപ്പ് ഉപയോഗിച്ച് ഗ്രാഫ് ചെയ്ത് അതിൽ വല കെട്ടി ആ വലയിലാണ് ഈ ബലൂണുകളെല്ലാം 100ഓളം പേര് ചേർന്നിട്ട് ഇങ്ങനെ കെട്ടുന്നത്. ഈ കെട്ടുന്ന ആളുകൾക്ക് എവിടെ കെട്ടണം, ഏത് കളർ കെട്ടണം എന്നൊന്നും അറിയില്ല. നമ്മൾ അതിന് ഡയറക്ഷൻ കൊടുക്കണം. നമ്മൾ മൊത്തം അങ്ങനെ പിറ്റേ ദിവസം 8 മണിയാകുമ്പോഴേക്കും നമ്മളുടെ ഈ ബലൂണെല്ലാം കെട്ടി നമ്മൾ ഡ്രോണിൽ ആ ഷോട്ട് എടുത്തു. അത് കഴിഞ്ഞ് 9 മണിയോടുകൂടി ഈ പറഞ്ഞ വെയിൽ വന്നു, ചൂട് വന്നു, ബലൂണൊക്കെ പതുക്കെ പൊട്ടി പോകാൻ തുടങ്ങി. അപ്പോൾ ഇതും ഐസുമായിട്ട് കണക്ട് ചെയ്യുന്നതിൻ്റെ കാരണം ഇതാണ്. ഐസ് എപ്പോഴും ചൂട് വരുമ്പോഴാണ് ഐസ് ഉരുകുന്നത്, പെയിന്റ് അതിൽ നിന്ന് പോകുന്നത്. എനിക്കൊരു സംശയമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പെയിന്റ് എങ്ങനെയാണ് ഐസ് കട്ടയിൽ ഇങ്ങനെ അതായത് നമ്മൾ ആദ്യം ചെന്നത് നമുക്ക് ഒരു ധാരണയില്ല. നമ്മളെന്തായാലും ഇത് മനസ്സിൽ ഉറപ്പിച്ചൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മളിത് നടത്തണം, ചെയ്യണം. ഒരു 2-3 ഐഡിയകൾ ഇങ്ങനെ മനസ്സിലുണ്ടായിരുന്നു. അവിടെ കിട്ടുന്ന കളർ പൗഡറുകൾ, അതുപോലെ തന്നെ ഇനാമൽ പെയിന്റ്, സ്പ്രേ ബോട്ടിൽ, അതുപോലെ എമൽഷൻ പെയിന്റ്, ഇത്തരം പെയിന്റുകളൊക്കെ ഉപയോഗിച്ച് നമ്മളിത് പരീക്ഷിച്ച് നോക്കി. നമ്മളവിടുത്തെ തടാകങ്ങളിലും അല്ലെങ്കിൽ മറ്റു മഞ്ഞുള്ള സ്ഥലങ്ങളിലൊക്കെ ഞങ്ങൾ പോയിട്ട് നമ്മളവിടെ പരീക്ഷിച്ച് നോക്കി. അങ്ങനെ പരീക്ഷണത്തിന് ഒടുവിലാണ് ഈ എമൽഷൻ പെയിന്റ് തണുപ്പുള്ള സമയത്ത് ടൈറ്റായിട്ട്, അതായത് വളരെ വെള്ളം ചേർത്ത് ലൂസാക്കിയിട്ടുള്ള, നമ്മൾ ഭിത്തിക്കൊക്കെ അടിക്കുന്ന ഒരു പെയിന്റാണ് ഈ എമൽഷൻ എന്ന് പറയുന്നത്. ആ എമൽഷൻ പെയിന്റ് കുറച്ച് ടൈറ്റായിട്ട് നമ്മൾ പേസ്റ്റ് രൂപത്തിൽ അടിച്ചു കഴിഞ്ഞാൽ അതങ്ങനെ തന്നെ നിൽക്കുന്നു നമ്മൾ മനസ്സിലാക്കി. അങ്ങനെയാണ് അത് എമൽഷൻ തന്നെ ഉപയോഗിച്ച് ഏതാണ്ട് ഒരു 25 കിലോ എമൽഷൻ എങ്ങാനും അതിന് സ്റ്റൈനറുകളും പല വിവിധ നിറങ്ങളിലുള്ള സ്റ്റൈനറുകളും അതിനുവേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട്. വലിയൊരു കളർഫുൾ ചിത്രം തന്നെയാണ്. കാരണം അത്രയും വലുപ്പത്തിൽ നമ്മൾ ബ്രഷ് കൊണ്ട് തന്നെ, ഇപ്പം നമ്മൾ സാധാരണ ഐസും കട്ട പെയിന്റ് അടിക്കുക എന്ന് പറയുന്ന ഒരു സംഭവമില്ല. അതുപോലെ തന്നെ നമ്മൾ സ്പ്രേ അടിക്കുകയോ പൊടി തൂകുകയോ ഒന്നുമല്ല, ഐസും കട്ടയിൽ നേരിട്ട് തന്നെ നമ്മൾ പെയിന്റ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പൊ അതൊരു എന്താ പറയാ, പണ്ട് മുതലേ പഴയ ആളുകളൊക്കെ പറയുന്ന, കളിയാക്കി പറയുന്ന ഐസും കട്ടയിൽ പെയിന്റ് അടിക്കില്ലേ എന്ന് പറയുന്ന ആ വാക്കാണ് നമ്മൾ അതിനെ തിരുത്തി ഒരു മാറ്റം വരുത്തി ചെയ്യാൻ സാധിച്ചത്. അതെ. അതിപ്പോ ഇത് വെള്ളത്തിൽ വരച്ച വര പോലെ എന്ന് പറയുന്ന
ഒരു വാക്കുണ്ടായിരുന്നല്ലോ, പഴഞ്ചൊല്ലുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഒരിക്കലും അത് നിൽക്കില്ല എന്നാണ് പറയുന്നത്. പക്ഷേ വെള്ളത്തിലും ഞാനൊരു 3-4 ചിത്രങ്ങൾ വെള്ളത്തിലും വരച്ചു. കമലഹാസന്റെ ഒരു ചിത്രം വെള്ളത്തിന് മുകളിൽ 50 അടി വലുപ്പത്തിൽ വരെ നമുക്ക് ചെയ്യാൻ സാധിച്ചു. വെള്ളത്തിനടിയിൽ പോയിട്ടും ഏറ്റവും റിസ്ക് പിടിച്ചിട്ടുള്ള ഒരു വർക്ക് എന്ന് പറയുന്നത് വെള്ളത്തിനടിയിൽ പോയിട്ട് ചെയ്ത വർക്കാണ്. അത് പാങ്ങോട് മിലിറ്ററി ക്യാമ്പിൽ വിക്രം ബത്ര എന്ന് പറയുന്നൊരു സൈനികന്റെ ചിത്രമാണ് നമ്മൾ അവിടെ അന്ന് വരച്ചത്. അത് 6 അടി താഴ്ചയിലുള്ള സ്വിമ്മിംഗ് പൂൾ ഉണ്ട് അവിടെ. ഏതാണ്ട് ഒരു 100 അടി വലിപ്പമുള്ള സ്വിമ്മിംഗ് പൂളാണ്. അവിടുത്തെ പട്ടാളക്കാർ നീന്തി തുടിക്കുന്ന ഒരു സ്വിമ്മിംഗ് പൂളാണത്. അപ്പോൾ അത് ഒരു കാർഗിൽ ഡേ ദിനത്തിലാണ് നമ്മൾ ഈ ഒരു ചിത്രം ചെയ്യുന്നത്. നമ്മൾ ഈ വെള്ളത്തിന് മുകളിൽ പൊന്തിക്കിടക്കാൻ വേണ്ടിയിട്ടാണ് കമൽഹാസന്റെ ചിത്രം ചെയ്തു എന്ന് പറഞ്ഞില്ലേ, അതൊരു ഫോം ഷീറ്റാണ്. ഈ കുട്ടികൾ ക്രാഫ്റ്റ് വർക്കിന് ഉപയോഗിക്കുന്ന ഒരു 10 കളർ മാത്രമേ അത് കിട്ടുള്ളൂ. ആ 10 കളറുകൾ മാത്രം ഉപയോഗിച്ചിട്ടാണ് കമൽഹാസന്റെ വലിയൊരു ചിത്രം തീർത്തത്. പക്ഷെ അത് വെയിറ്റ് കുറവാണ്, പൊന്തിക്കിടക്കും. പക്ഷെ നേരെ മറിച്ച് നമ്മൾ വെള്ളത്തിനടിയിൽ പോകുമ്പോൾ വെയിറ്റ് ഉള്ള സാധനമായിരിക്കണം, അടിയിൽ ഇങ്ങനെ കിടക്കണം. അപ്പൊ അതുകൊണ്ട് തന്നെ ടൈൽസുകൾ, വിവിധ നിറങ്ങളിലുള്ള ടൈൽസുകൾ പല കടകളിൽ നിന്നും സംഘടിപ്പിച്ചിട്ടാണ് നമ്മൾ ഈ ടൈൽസുകൾ കൊണ്ടുപോയിട്ട് അടിയിൽ. അത് ഓൺ എയറിൽ നമ്മളൊരു ചിത്രം വരയ്ക്കുന്ന പോലെ എളുപ്പമായിട്ടുള്ളൊരു കാര്യമല്ല. നമുക്ക് സ്കൂബ ഡൈവിങ് പഠിക്കേണ്ടി വരും ഈ പറഞ്ഞ നമ്മളുടെ ഈ ഒരു വെള്ളത്തിനടിയിൽ പോയിട്ടൊരു ചിത്രം ചെയ്യണമെന്നുണ്ടെങ്കിൽ. അപ്പം അത് അങ്ങോട്ടുള്ളൊരു അവിടെ തിരുവനന്തപുരത്തുള്ളൊരു എൻ്റെ ഒരു സുഹൃത്ത് ജാക്സൺ, അദ്ദേഹത്തിൻ്റെ ഒരു സ്കൂബ ഡൈവിങ് ടീമിൻ്റെ അടുത്ത് ഒരു സാധാരണ സ്വിമ്മിംഗ് പൂളിൽ ഞാൻ ആദ്യം ഈ പുറത്ത് ഓക്സിജൻ സിലിണ്ടർ മുഖത്ത് സാധനങ്ങളൊക്കെ ഫിറ്റ് ചെയ്തിട്ട് നമ്മൾ ആദ്യം പഠിക്കുകയാണ് ചെയ്തത്. അതിനുശേഷമാണ് ഈ പാങ്ങോട് മിലിറ്ററി ക്യാമ്പിന്റെ അടിയിൽ പോയിട്ട് കുറെ സഹായിക്കാൻ നമുക്ക് കുറെ ആളുകളുണ്ട്. നമ്മൾ കുറെ കാര്യങ്ങൾ പഠിക്കേണ്ടതുണ്ട്. കാരണം നമ്മൾ ബ്രീത്തിങ് കൺട്രോളിങ്, അതുപോലെ ബോയൻസി കൺട്രോളിങ് ഒക്കെ നമ്മൾ പഠിക്കണം. നമുക്ക് വെള്ളത്തിനടിയിൽ പോയാൽ സംസാരിക്കാൻ പറ്റില്ല, ആംഗ്യ ഭാഷയിലാണ് കൂടെ ഉള്ളവരോട് പറയേണ്ടത്. അപ്പൊ നമുക്ക് ടൈൽസ് ഒക്കെ എടുത്ത് തരാനൊക്കെ കുറച്ച് ആളുകളൊക്കെ കൂടെയുണ്ട്. ഈ സ്കൂബ ഡൈവിങ് പഠിക്കുന്ന പിള്ളേരൊക്കെ തന്നെ നമ്മുടെ കൂടെയുണ്ട്. അവര് നമ്മൾ ചിലപ്പോ ഉള്ളിലെ കാഴ്ച എന്ന് പറയുന്നത് ഒരു വ്യത്യസ്തമാണ്. നമ്മുടെ കണ്ണുകൾ ഇങ്ങനെ ലെൻസ് പോലെ പ്രവർത്തിക്കും. നമ്മൾ ഒരടി ടൈൽസും കൊണ്ട് താഴേക്ക് പോയാൽ 2 അടി വലിപ്പമുള്ള ടൈൽസ് ആയിട്ട് നമുക്ക് തോന്നും അടിയിൽ ചെല്ലുമ്പോൾ. അതുപോലെ നമ്മൾ അടുത്താണെന്ന് കാണുന്നു വിചാരിക്കുന്ന പലതും അടുത്തായിരിക്കില്ല, കുറച്ച് അകലെയായിരിക്കും. നമ്മളുടെ ചുറ്റുപാടും ഒരു 10 അടി വലുപ്പത്തിൽ ഫെയ്ഡ് ആയിട്ട് കിടക്കുന്ന അത്രയും ഏരിയ മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുള്ളൂ. പിന്നീട് അകലേക്ക് നമുക്ക് കാണാൻ സാധിക്കില്ല. അപ്പൊ അതും നമ്മളുടെ ഒരു കാഴ്ചയുടെ ഒരു ഇതാണ്. അപ്പൊ അത്തരത്തിലുള്ള ഇതുകൾ റിസ്ക് എടുത്തിട്ട് തന്നെയാണ് നമ്മൾ വെള്ളത്തിനടിയിൽ ഒരു 2 ദിവസം കൊണ്ട് രാവിലെ തുടങ്ങി വൈകിട്ടുള്ളിൽ നമ്മൾ ഈ ടൈൽസുകളെല്ലാം 50 അടി വലുപ്പത്തിൽ, ലോകത്തിൽ ഇന്ന് വരെ അത്രയും വലുപ്പത്തിൽ വലിയൊരു ചിത്രം വെള്ളത്തിനടിയിൽ ചെയ്തിട്ടില്ല. പക്ഷെ എനിക്കിത് പ്രചോദനമായത് ഒരു ഇംഗ്ലീഷുകാരി പെൺകുട്ടിയാണ്. നിങ്ങളെപ്പോലെ തന്നെ ഒരു ഇംഗ്ലീഷുകാരി പെൺകുട്ടി. ഞാൻ 2 വർഷം ദുബായിലുണ്ടായിരുന്നു. അന്ന് വേൾഡ് ആർട്ട് എന്ന് പറയുന്ന വലിയൊരു എക്സിബിഷൻ ഞാൻ പങ്കെടുത്തിരുന്നു. അതായത് 600ഓളം കലാകാരന്മാർ പങ്കെടുക്കുന്ന, ഏതാണ്ട് 40,000 സൃഷ്ടികൾ പ്രദർശിപ്പിക്കുന്ന 50 രാജ്യങ്ങളിലെ 600ഓളം കലാകാരന്മാർ പങ്കെടുക്കുന്ന വലിയൊരു എക്സ്പോസ് അവിടുത്തെ വേൾഡ് ട്രേഡ് സെന്ററിലാണ് ദുബായിൽ അത് നടക്കുക. അപ്പോൾ അതിൽ 2022 എൻ്റെ ഒരു 8 ഇൻസ്റ്റലേഷൻസ് പ്രദർശിപ്പിക്കാനുള്ള ഒരു അവസരം എനിക്ക് കിട്ടി. അപ്പോൾ അതിൽ അവർ തെരഞ്ഞെടുത്ത 10 പേരിൽ 7ാം സ്ഥാനം എനിക്ക് കിട്ടി. നമ്മൾ ഈ ഇൻസ്റ്റലേഷൻസും കാര്യങ്ങളും. പക്ഷെ നമ്മൾ ചെയ്ത വർക്കിനേക്കാൾ കൂടുതൽ 50 രാജ്യങ്ങളിലെ കലാകാരന്മാർ കൊണ്ടുവച്ചിരിക്കുന്ന കുറേ വർക്കുകളുണ്ട്. അത് കാണുക എന്ന് പറയുന്നത് തന്നെ നമുക്കൊരു അറിവാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ കാര്യങ്ങൾ, കലയെ പറ്റിയുള്ള പുതിയ കാര്യങ്ങൾ, പുതിയ ചിത്രങ്ങൾ, പുതിയ സൃഷ്ടികൾ, പുതിയ ശില്പങ്ങൾ, ഇതൊക്കെ നമുക്ക് കാണാൻ സാധിച്ചു എന്നുള്ളതാണ്. അന്നാണ് ഈ പറഞ്ഞ ഇംഗ്ലീഷുകാരി പെൺകുട്ടി, അവർ കടലിൻ്റെ അടിയിൽ സ്കൂബ ഡൈവിങ് പഠിച്ച് പോയി ചെറിയ ക്യാൻവാസ് വെച്ച് പേസ്റ്റ് രൂപത്തിലുള്ള എന്തൊക്കെയോ തേച്ച് പിടിപ്പിച്ചൊരു കളർഫുൾ ചിത്രം ഉണ്ടാക്കുന്നത് വീഡിയോയിലൂടെ അവർ കാണിച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പം നമുക്ക് മനസ്സിനൊരു ധൈര്യം, ഇതൊക്കെ നടക്കുന്ന കാര്യം തന്നെയാണ്. അങ്ങനെയാണ് ഈ ഒരു എന്താ പറയുക, ഈ ഒരു സ്കൂബ ഡൈവിങ് പഠിക്കുകയും അതുപോലെ തന്നെ നമ്മുടെ സുഹൃത്തുമായി വഴി നമ്മളിങ്ങനെ ഒരു വർക്ക് ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടായത് അങ്ങനെയാണ്. ഈ വ്യത്യസ്തമായിട്ടുള്ള മീഡിയങ്ങൾ ഉപയോഗിച്ചെന്ന് നേരത്തെ പറഞ്ഞു. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഐസ്, അതുപോലെ തീയ്, അതുപോലെ വസ്ത്രങ്ങൾ, അതുപോലെ പല പല മീഡിയങ്ങൾ ഉപയോഗിച്ച് എങ്ങനെയാണ് ഈ പല മീഡിയങ്ങൾ ഉപയോഗിച്ച് ചെയ്യണം എന്നുള്ളൊരു ഐഡിയ വരുന്നത്? സാധാരണ നമ്മൾ ആർട്ടിസ്റ്റുകൾ ഉപയോഗിക്കുന്ന കുറച്ച് മീഡിയങ്ങളുണ്ട്. നമ്മൾ പേപ്പറിലും ക്യാൻവാസിലും അല്ലെങ്കിൽ സ്ക്രീനിലും മാത്രമാണ്, ഈ കമ്പ്യൂട്ടറിലും മാത്രമാണ് ചിത്രം വരയ്ക്കുക എന്നുള്ളൊരു ധാരണ പൊതുവെ പലർക്കും ഉണ്ട്. പക്ഷേ പണ്ട് മുതലേ നമ്മളാ അതിൽ നിന്ന് ഒരു മാറ്റം വരുത്തണം എന്നുള്ളൊരാഗ്രഹം കൊണ്ട് തന്നെ വ്യത്യസ്തമായിട്ടുള്ള മീഡിയങ്ങൾ ഞാൻ തിരഞ്ഞെടുക്കുകയായിരുന്നു. സാധാരണ ആർട്ടിസ്റ്റുകൾ വരയ്ക്കുന്ന പെൻസിലും കളർ പെൻസിലും ഓയിൽ പെയിൻറ്റും അക്രലിക്കും അങ്ങനെ നിരവധി ഒരു 19 മീഡിയങ്ങളൊക്കെ സ്ഥിരം ആർട്ടിസ്റ്റുകൾ ചെയ്യുന്ന ആ മീഡിയങ്ങളൊക്കെ തന്നെ ഞാൻ തുടക്കത്തിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീടാണ് നമുക്ക് അതിൽ നിന്ന് മാറി
നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള മീഡിയങ്ങൾ ഈ ലോകത്തുണ്ട്, അതുകൊണ്ടും ചിത്രം വരച്ചുകൂടെ എന്നൊക്കെ ഉള്ളൊരു ചിന്താഗതി വന്നതും, നമ്മൾ വീട്ടിൽ തന്നെയുള്ള അടുക്കളയിലിരിക്കുന്ന ചട്ടിയും കലവും പാത്രമൊക്കെ എടുത്തുകൊണ്ട് വന്ന് കട്ടിലിന്റെ മുകളിൽ മോഹൻലാലിന്റെ ഒരു മുഖം, ആടുതോമയുടെ ഒരു മുഖമൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊരു 3D വർക്കും കൂടിയായിരുന്നു. നമ്മളൊരു ചിത്രം ഒരു ഉണ്ടാക്കുക മാത്രമല്ല, ഒരു വ്യൂ പോയിന്റിൽ നിന്ന് നോക്കുമ്പോൾ മാത്രം അതൊരു ഫിഗറായിട്ട് തോന്നുകയും, എന്നാൽ മറ്റു ഏതെങ്കിലും സ്ഥലത്ത് നിന്ന് നോക്കുമ്പോൾ അതൊരു കുറെ ചട്ടിയും കലവും പാത്രങ്ങൾ വെച്ചിരിക്കുന്നത് പോലെ തോന്നുന്ന ഒരു അവസ്ഥയാണ്. അപ്പൊ അത് നമ്മളൊരു 3D ഇല്യൂഷൻ ഒരു മീഡിയം ഉപയോഗിച്ചിട്ടാണ് അത് ചെയ്തത്. അപ്പൊ അങ്ങനെ ചെയ്ത ആ വർക്ക് അപ്പൊ അത്യാവശ്യം നല്ല ഒരു വൈറലായിട്ടുള്ള ഒരു ചിത്രം കൂടിയായിരുന്നു ആ ഒരു ചിത്രം. അപ്പൊ അതുപോലെ തന്നെ നമ്മള് വീട്ടിലെ വിറകുകൾ, എന്റെ വീട്ടിൽ തന്നെയാണ് എന്റെ പരീക്ഷണങ്ങളൊക്കെ നടക്കുന്നത്. വിറകുകൾ ആദ്യം വൈറലായത്. അതെ അതെ അതെ, വിറകുകൾ പൃഥ്വിരാജിന്റെ ചിത്രം ചെയ്തത് വിറകുകൾ ഉപയോഗിച്ചിട്ടാണ്. വിറകിൽ തന്നെ നമ്മളുടെ പലകകളൊക്കെ തന്നെ പല നിറങ്ങളിൽ വരും. അപ്പൊ അതൊക്കെ കൂട്ടി വെച്ചിട്ടാണ് പൃഥ്വിരാജിന്റെ ചിത്രം ചെയ്തത്. ദുൽഖർ സൽമാന്റെ ചിത്രം ചെയ്ത് ഉരുളൻ കല്ലുകൾ പെബിൾസുകൾ ഉപയോഗിച്ചിട്ടാണ്. ടൊവിനോ തോമസിന്റെ ചിത്രം ചെയ്തത് ഒരു പാടത്ത് ഒരു കരനെല്ല് നട്ടുകൊണ്ടാണ്. അപ്പൊ അത്രയും നമ്മള് ഏത് പാടത്തും പറമ്പിലും എവിടെ വേണമെങ്കിലും നമുക്ക് ചിത്രങ്ങൾ ചെയ്യാം. ഇപ്പൊ ഈ മമ്മൂട്ടിയുടെ ഒരു ചിത്രം ചെയ്ത് നമ്മൾ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോണിന്റെ നിറങ്ങളാണ്, പൗച്ചുകളും അതെല്ലാം. മൊബൈൽ ഫോൺ 600 മൊബൈൽ ഫോണും 1000 മൊബൈൽ ഫോൺ അക്സസറീസും കൂടി ചേർത്താണ് മമ്മൂട്ടിയുടെ ഒരു 20 അടി വലിപ്പമുള്ള ചിത്രം. അതുപോലെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നമ്മൾ ഒരിക്കലും ചിന്തിക്കാൻ കഴിയാത്ത ഒരു മീഡിയമാണ് ഈ മീൻ എന്ന് പറയുന്നത്. പക്ഷെ മീനിലും പല നിറങ്ങളുണ്ട്. ആ നിറങ്ങളൊക്കെ നിരത്തി വെച്ചുകൊണ്ട് തന്നെ നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഒരു ചിത്രം നമ്മൾ തീർത്തു. അതുപോലെ മുൻ മുഖ്യമന്ത്രിയുടെ ചിത്രം, ഉമ്മൻചാണ്ടിയുടെ ചിത്രം ചെയ്തത് ഒരു ഫ്ലവർ, ഈ നമ്മൾ ഈ പ്ലാസ്റ്റിക് ഫ്ലവർ അല്ല, നമ്മൾ തുണി കൊണ്ടുള്ള പലതരം ഫ്ലവറുകൾ ഉപയോഗിച്ചിട്ടാണ് അദ്ദേഹത്തിന്റെ ഒരു ചിത്രം തീർത്തത്. അത്തരത്തില് നിരവധി മീഡിയങ്ങളുണ്ട്. ഇപ്പോ ലാലേട്ടന്റെ ലാസ്റ്റ് ചെയ്തൊരു വർക്ക് എന്ന് പറയുന്നത് ചക്കയിലെ കുറെ ചക്കച്ചുളയും ചക്കയുടെ പൊല്ലയും ആ ചക്കയുടെ പുറന്തോടും ചക്കക്കുരും ഒക്കെ ഉപയോഗിച്ചിട്ടാണ്, ചക്ക കൊണ്ട് തന്നെയായിരുന്നു ഒരു തൃശ്ശൂര് ഞാൻ അങ്ങനെ ഒരു ചിത്രം തീർത്തത്. അപ്പൊ അങ്ങനെ നമ്മുടെ മനസ്സിൽ വരുന്ന നിരവധി മീഡിയങ്ങളുണ്ട്. ഇപ്പൊ ഗാന്ധിജിയുടെ തന്നെ ദീപം കൊണ്ട് ഞാനൊരു 120 അടി വലിപ്പത്തിൽ 1500 ദീപങ്ങൾ ഉപയോഗിച്ചിട്ടും ഒരു ചിത്രം ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ വിത്തുകളും ഉണ്ടല്ലേ? അതെ, കാർഷിക വിത്തുകൾ, പല നിറങ്ങളിലുള്ള കാർഷിക വിത്തുകൾ ഉപയോഗിച്ചിട്ടും ഗാന്ധിജിയുടെ ഒരു ചിത്രം, ആർട്ട് മെറ്റീരിയൽ ഉപയോഗിച്ചിട്ട് ഗാന്ധിജിയുടെ ചിത്രം തീർത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നിരവധി മീഡിയങ്ങൾ. നമ്മൾ ഇനിയും ഇപ്പോൾ ഓരോന്ന് കഴിയുമ്പോഴും ഇനി മീഡിയങ്ങൾ ഉണ്ടോ എന്ന് ചോദിക്കുന്നവരുണ്ട്. പക്ഷെ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് മീഡിയങ്ങൾ നമ്മുടെ ഈ ഭൂലോകത്തുണ്ട്. നമ്മളത് കണ്ടെത്തുക, നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ കുറേ യുവാക്കളായിട്ടുള്ള കലാകാരന്മാരൊക്കെ ഇപ്പോൾ പല മീഡിയങ്ങൾ വെച്ചിട്ട് ചെയ്ത് പരിശ്രമിച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്കത് കാണുമ്പോൾ ഒരു സന്തോഷമാണ്. കാരണം എല്ലാ ആർട്ടിസ്റ്റുകൾക്കും എല്ലാ കലാകാരന്മാർക്കും അവരുടേതായ ഒരു സ്പേസ് ഉണ്ട്. സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന വിശാലമായിട്ട് ഈ ലോകത്ത് നമ്മുടെ കഴിവുകൾ പ്രകടിപ്പിക്കാനും മറ്റുള്ളവരുടെ കഴിവുകൾ കാണാനൊക്കെ ഉള്ളൊരു സമയം കൂടിയാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ കേരളത്തിലെ കലാകാരന്മാരുടെ കല വളർത്തുക എന്നുള്ളൊരു ഉദ്ദേശം കൂടിയാണ് ഈ ഒരു ഇത്തരം വ്യത്യസ്തമായിട്ടുള്ള ചിത്രങ്ങൾ ചെയ്യുക അല്ലെങ്കിൽ ശില്പങ്ങൾ ചെയ്യുക എന്നുള്ളൊരു പ്ലാൻ എൻ്റെ മനസ്സിൽ വരാനുള്ള കാരണം യൂറോപ്യൻ രാഷ്ട്രങ്ങളിലൊക്കെ നമ്മൾ കലാകാരന്മാർക്ക് കൊടുക്കുന്ന ഒരു വാല്യൂ ഉണ്ട്. അമേരിക്കയിലും യൂറോപ്പിലൊക്കെ കിട്ടുന്ന കലാകാരന്മാരുടെ ഒരു വാല്യൂ നമ്മുടെ നാട്ടിൽ ശരിക്കും പറഞ്ഞ കലാകാരന്മാർക്കൊന്നുമില്ല. അപ്പം അത്തരത്തിൽ നമ്മളുടെ കല വളരണം എന്നുള്ളത് നമ്മളുടെ ഒരു ആഗ്രഹമാണ്. ഒരിക്കല് മുഖ്യമന്ത്രിയോട് നേരിട്ട് സംസാരിക്കാൻ ഒരു അവസരം കിട്ടിയ സമയത്ത് ഞാൻ കേരളത്തിലെ കലാകാരന്മാർക്ക് വേണ്ടിയിട്ടാണ് സംസാരിച്ചത്. ഞാൻ 2 കാര്യങ്ങളാണ് മുഖ്യമന്ത്രിയോട് പറഞ്ഞത്. ഒന്ന്, നമ്മളുടെ PWDയുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ടൂറിസം വകുപ്പുമായിട്ട് ബന്ധപ്പെട്ട് എഞ്ചിനീയർമാരെയും ആർക്കിടെക്ട്മാരെയൊക്കെ ഉൾപ്പെടുത്തുന്നത് പോലെ ഹൈ ടാലന്റഡ് ആയിട്ടുള്ള കലാകാരന്മാരും കൂടെ അതിനകത്ത് ഉൾപ്പെടുത്തുകയാണെങ്കിൽ നമ്മുടെ നാട്ടിലെ എന്താ പറയുക നഗരത്തിൽ കാണുന്ന ബിൽഡിങ്ങുകൾക്കും അല്ലെങ്കിൽ പാർക്കുകൾക്കും അല്ലെങ്കിൽ ബസ് സ്റ്റോപ്പിന് പോലും കലാപരമായിട്ടുള്ളൊരു സൗന്ദര്യം ഉണ്ടാവും. മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന് നമ്മൾ നാട്ടിലേക്ക് വരുമ്പോൾ കാണാനുള്ളൊരു ഭംഗിയാർന്ന ബിൽഡിങ്ങുകളും നിർമ്മിതികളൊക്കെ ഉണ്ടാകുമ്പോൾ ഉണ്ടാവുന്നൊരു ടൂറിസം ഒരു മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ പറയാവുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. നമ്മൾ ദുബായിൽ പോയാലും സൗദിയിൽ പോയാലും അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിലൊക്കെ പോയാൽ കണ്ടില്ലേ ഒരു ബിൽഡിങ്ങിന്റെ സൗന്ദര്യം നമ്മൾ എത്ര മനോഹരമാണ്. അപ്പൊ അത്തരത്തിൽ ഒരു കലാകാരനും കൂടിയും കൂടെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലൊരു നിർമ്മിതികൾ നമുക്ക് ഉണ്ടാകും എന്നുള്ളൊരു
ഒരാശയം ഞാൻ മുന്നോട്ട് വെച്ചു. അതുപോലെ തന്നെ സാധാരണക്കാരായ കലാകാരന്മാർക്ക് വേണ്ടി ഇപ്പോൾ കോവിഡ് വന്നാലും പ്രളയം വന്നാലൊക്കെ നമ്മുടെ കലാകാരന്മാരാണ് ഏറ്റവും അടിയിൽ പോകുന്നത്. അപ്പോൾ പ്രദേശവാസികളായിട്ടുള്ള കലാകാരന്മാർ അവർക്ക് വേണ്ടിയിട്ടാണ് സംസാരിക്കുന്നത്. അതായത് പഞ്ചായത്ത് ഓഫീസുകളിലോ അല്ലെങ്കിൽ സർക്കാർ മന്ദിരങ്ങളിലോ ഒക്കെ നിലവിൽ പ്രിന്റഡ് ആയിട്ടുള്ള ചിത്രങ്ങൾ ഉണ്ടെങ്കിൽ അതെല്ലാം മാറ്റി ഒറിജിനൽ ചിത്രം ഏതെങ്കിലും പ്രദേശവാസിയായിട്ടുള്ള കലാകാരനെ കൊണ്ട് വരപ്പിച്ച് അത് വെക്കാനുള്ള ഒരു മാർഗം ഉണ്ടാവുകയാണെങ്കിൽ ഒരുപാട് കലാകാരന്മാർക്ക് അവർക്ക് ജീവിക്കാനുള്ള ഒരു അവസരമാവും. മാത്രമല്ല അവരുടെ ഭാവനകളും ചിന്തകളൊക്കെ വീണ്ടും വളരും. ഒരുപാട് കലാകാരന്മാർക്കൊരു നല്ലൊരു ഇതും കൂടി ആവും. അതും കൂടി മനസ്സിൽ കണ്ടുകൊണ്ടാണ് അങ്ങനെ 2 കാര്യങ്ങൾ ഞാൻ മുഖ്യമന്ത്രിയോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. അതുപോലെ നമ്മുടെ നാട്ടിലെ കല വളരണം, കലാകാരന്മാരും വളരണം, അവരുടെ ചിന്തകളും ഭാവനകളും. ഇപ്പോൾ ലിയാനാർഡോ ഡാവിഞ്ചി എന്ന് പറയുന്ന ഇറ്റലി കിടക്കുന്ന മഹാനായിട്ടുള്ള ചിത്രകാരന്മാർ, മൈക്കിൾ ആഞ്ചലോ, പിക്കാസോ, അങ്ങനെ നിരവധി ചിത്രകാരന്മാരൊക്കെ നമ്മൾ ഈ കേരളത്തിൽ ഒരു കോണിൽ കിടക്കുന്ന ആളുകളൊക്കെ അറിയുന്നുണ്ടെങ്കിൽ അവരുടെ ചിത്രത്തിന്റെ അവരുടെ പ്രത്യേകത, വർക്ക് ചെയ്യുന്നതിന്റെ അല്ലെങ്കിൽ അവരുടെ ആശയങ്ങളുടെ ഒക്കെ ഒരു പ്രത്യേകത കൊണ്ട് അല്ലെങ്കിൽ ചിത്രങ്ങളുടെ മനോഹാരിത കൊണ്ടാണ് നമ്മൾ അവരൊക്കെ അറിയുന്നത്. അതുപോലെ കഴിവുള്ള കലാകാരന്മാർ നമ്മുടെ കേരളത്തിലും ഉണ്ട്, പല ഭാഗങ്ങളിലും ഉണ്ട്. അവരെ പ്രോത്സാഹിപ്പിക്കാനും അവരെ പരിപോഷിപ്പിക്കാനും ഒക്കെ സർക്കാരും മുഖേന എന്തെങ്കിലും ഒരു സാഹചര്യം ഉണ്ടാക്കിയാൽ നമ്മുടെ നാട്ടിലെ കലാകാരന്മാർക്ക് കുറേയും കൂടി ഉണർവുണ്ടാവും, കുറേയും കൂടി ഭാവനകൾ ഉണ്ടാവും, ചിന്തകൾ ഉണ്ടാവും, എല്ലാം വരും. ഇപ്പൊ ഈ പറഞ്ഞ പോലെ കലാകാരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമൂഹത്തോടും കൂടെ ഒരു ഉത്തരവാദിത്തമുള്ള ആളുകളാണ്. അപ്പൊ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ താങ്കളുടെ ഏറ്റവും പ്രധാനപ്പെട്ട വർക്ക് എന്ന് പറഞ്ഞ മധു, പട്ടിണി മൂലം മരിച്ച ആദിവാസി മേഖലയിൽ താമസിക്കുന്ന മധുവിന്റെ വർക്കായിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു ശില്പം കളിമണ്ണ് കൊണ്ട് ഉണ്ടാക്കിയത്. അതൊരു പ്രതിഷേധമായിരുന്നു സത്യത്തിൽ. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യനോട് ചെയ്ത ഒരു പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ടായിരുന്നു ഒരു 18 ഇഞ്ച് മാത്രം 1.5 അടി ആയിട്ടുള്ളൊരു ചെറിയ കളിമൺ പ്രതിമ ഞാൻ അന്ന് ഉണ്ടാക്കിയത്. അതൊരു വേദന കൊണ്ട് നമ്മളൊരു പെട്ടെന്ന് ഉണ്ടാക്കിയിട്ടുള്ളൊരു 10-20 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളൊരു ശില്പമാണ്. അത് നമ്മുടെ ഉള്ളിൽ നിന്ന് വന്നിട്ടുള്ളൊരു സാധനമാണ്. അദ്ദേഹം എങ്ങനെയായിരുന്നു, ആരായിരുന്നു എന്നുള്ളതല്ല, മനുഷ്യനോട് ചെയ്ത ആ ഒരു പ്രവൃത്തിയുടെ പ്രതിഷേധത്തിൻ്റെ ഭാഗമായിട്ടാണ് ആ ഒരു ശില്പം ഞാൻ ചെയ്തത്. അന്ന് ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ട ഒരു ശില്പമായിരുന്നു. അതുപോലെ തന്നെയാണ് പ്രളയ സമയത്ത് ഞാനൊരു ശില്പം ഉണ്ടാക്കിയിരുന്നത്. ഒരു 12 അടി ഉയരമുള്ള ഒരു വലിയ ശില്പമായിരുന്നു. പക്ഷേ കാണുന്ന ആർക്കും പെട്ടെന്ന് മനസ്സിലാവുകയും ചെയ്യും അത് എന്താണെന്നുള്ളതല്ലേ. എൻ്റെ ആശയങ്ങളും അല്ലെങ്കിൽ എൻ്റെ ശില്പങ്ങളും ഒക്കെ തന്നെ സാധാരണക്കാരനെയും മനസ്സിലാവുന്ന രീതിയിലാണ് ഞാൻ ചെയ്യാറുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു ശില്പം അന്ന് നമുക്കറിയാം, മത്സ്യത്തൊഴിലാളികൾ ഒരുപാട് പേരെ രക്ഷിച്ച കഥകളെല്ലാം, നമ്മുടെ ഹെലികോപ്റ്ററിൽ വന്ന് ഇന്ത്യൻ സൈന്യം പലരെയും രക്ഷിച്ചതൊക്കെ നമുക്കറിയാം. അപ്പൊ ഒരു അർദ്ധ ഭൂമിഗോളമാണ് അതിൻ്റെ ഒരു ബേസ്മെന്റ് ആയിട്ട് ഞാൻ ഉണ്ടാക്കിയത്. അതിലൊരു തിരമാലകൾക്കുള്ളിൽ ഒരു വഞ്ചിയിൽ കുറച്ച് മത്സ്യത്തൊഴിലാളികൾ നിന്ന് കേരളത്തിന്റെ ഒരു മാപ്പ് ഇങ്ങനെ ഉയർത്തിപ്പിടിച്ച് നിൽക്കുന്നതായിരുന്നു ആ ഒരു ചിത്രം. അതിനെ കേരളത്തിന് കയറിട്ട് ഇങ്ങനെ മേലോട്ട് ഒരു ഹെലികോപ്റ്റർ വന്നിട്ട് ഇങ്ങനെ ഉയർത്താൻ ശ്രമിക്കുന്നതായിട്ടും അതിനകത്ത് കാണിച്ചിട്ടുണ്ട്. ഏകദേശം 12 അടി ഉയരമുണ്ട്. അത് അന്ന് കേരള ലളിതകലാ അക്കാദമി ഏറ്റെടുക്കുകയും അതുപോലെ തന്നെ സെക്രട്ടേറിയറ്റിന്റെ മുൻപിൽ വെച്ച് അത് ലേലം ചെയ്യുകയും അതിൽ നിന്നിട്ട് 1 ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് സംഭാവന ചെയ്യുകയും ചെയ്തു. പക്ഷെ എനിക്ക് അതിനേക്കാൾ സന്തോഷം തോന്നിയത് അത് ഇപ്പൊ ഇരിക്കുന്നത് നിയമസഭയ്ക്കുള്ളിലെ മ്യൂസിയത്തിലാണ്. അതവിടെ എത്തുന്നു എഴുതിയിട്ടല്ല ഞാനത് ചെയ്തത്. പക്ഷെ മ്യൂസിയത്തിൽ ഇപ്പൊ അതൊരു എന്താ പറയുന്ന മത്സ്യത്തൊഴിലാളികളുള്ള ഒരു ആദരവായിട്ട് എൻ്റെ ഒരു അടയാളപ്പെടുത്തലായിട്ട് അതിപ്പോഴും അവിടെ ആ മ്യൂസിയത്തിലുണ്ട്. അപ്പൊ അത് നമ്മൾ ചിലത് നമ്മൾ ചിലപ്പോൾ നാടിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇത്തരത്തിൽ ചിലപ്പോൾ ചർച്ച ചെയ്യപ്പെടാം, അല്ലെങ്കിൽ ഇതുപോലെ ഒരു വേദികളിൽ ഇരിക്കപ്പെടാം ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ നൗഷാദിക്ക 2ാമത്തെ പ്രളയം സമയത്താണ് നൗഷാദിക്ക കുറെ തുണി കൊടുത്ത് നന്മ ചെയ്ത നൗഷാദിക്കയുടെ ഒരു ചിത്രം തുണി കൊണ്ട് തന്നെ എൻ്റെ വീട്ടിലും വെള്ളം കയറിയതാണ്. അപ്പൊ നടുവിലെ തുണികളെല്ലാം ഇങ്ങനെ കെട്ടിപ്പറക്കി മുകളിലത്തെ നിലയിലേക്ക് കൊണ്ടുപോകുന്ന സമയത്താണ് എനിക്ക് ഇങ്ങനെ ഒരു ആശയം ഉദിക്കുന്നത്. എൻ്റെയും ഭാര്യയുടെയും മക്കളുടെ ഒക്കെ തുണികളൊക്കെ എല്ലാം നിരത്തിയിട്ട് വലിയൊരു ചിത്രം അദ്ദേഹത്തിന്റെ ഞാൻ ഒരു ആദരവ് പോലെ, ഇപ്പൊ നമ്മൾ മധുവിന്റെ നേരത്തെ പ്രതിഷേധമായിട്ടാണ് ചെയ്തെങ്കിൽ ഇതൊക്കെ ഒരു ആദരവായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതുപോലെ കോവിഡ് കാലത്തും ഒരു 63 ദിവസത്തോളം കണ്ടിന്യൂസ് ആയിട്ട് ബോധവൽക്കരണ ചിത്രങ്ങൾ വരച്ചിരുന്നു. ലോക്ക്ഡൗൺ സമയത്ത് ഞാൻ കേരള കാർട്ടൂൺ അക്കാദമി ജോയിന്റ് സെക്രട്ടറി ആയിരുന്നു. അന്ന് കാർട്ടൂൺ മതിൽ എന്ന് പറഞ്ഞ എല്ലാ ജില്ലകളിലും എല്ലാവരും ലോക്ക്ഡൗൺ ആയിട്ട് വീട്ടിൽ ഇറങ്ങാതിരിക്കുന്ന സമയത്താണ് ധൈര്യപ്പെട്ട് ഞങ്ങൾ പുറത്തിറങ്ങി ഒരു ബോധവൽക്കരണ ചിത്രങ്ങളൊക്കെ കാർട്ടൂൺ മതിലുകളൊക്കെ തീർത്തത്. ഈ പറഞ്ഞ ചിത്രങ്ങളെല്ലാം തന്നെ ജീവനില്ലാത്ത വസ്തുക്കൾ കൊണ്ട് നമ്മൾ ഉണ്ടാക്കിയത്. അതുപോലെ ജീവനുള്ള ഉറുമ്പുകളെ കൊണ്ട് അത്തരത്തിലും ഒരു ചിത്രം എനിക്ക്, അതും ഈ കോവിഡ് കാലത്താണ് അങ്ങനെ സംഭവിച്ചത്. വീടിന്റെ മതിലിനോട് ചേർന്ന് തന്നെ
കുറച്ച് കരിയുറുമ്പുകൾ ഇങ്ങനെ ഒരു കൂട് കൂട്ടുന്നത് കണ്ടു. അപ്പൊ അന്ന് എനിക്ക് തോന്നിയതാണ് ഇങ്ങനെ ഉറുമ്പിനെ കൊണ്ട് നമുക്കൊരു ചിത്രം വരപ്പിച്ചാലോ എന്നുള്ളത്. അപ്പൊ അങ്ങനെ എൻ്റെ ചിത്രം തന്നെ ഞാൻ ഇങ്ങനെ ഒരു വൈറ്റ് പേപ്പർ എടുത്തിട്ട് അതില് പഞ്ചസാര ലായനിയും അതുപോലെ തന്നെ തേനും ഒക്കെ ചേർത്തിട്ട് ബ്രഷ് കൊണ്ടൊന്ന് ആദ്യം ഒന്ന് വരച്ചെടുത്തു, എൻ്റെ ഔട്ട്ലൈൻ ഒന്ന് വരച്ചെടുത്തു. അത് ഈ ഉറുമ്പും കൂടിന്റെ അടുത്ത് കൊണ്ടുവച്ചപ്പോൾ ഉറുമ്പുകളൊക്കെ വരിയായിട്ട് വന്നിട്ട് ഇത് പിടിക്കാൻ വേണ്ടി ഇങ്ങനെ നിരന്ന് നിന്ന സമയത്ത് അതെൻ്റെ ഒരു സ്കെച്ചായി മാറുകയായിരുന്നു. അപ്പൊ ഉറുമ്പിനെ കൊണ്ടും നമ്മളൊരു ചിത്രം വരപ്പിച്ചു എന്നുള്ളതാണ്. അപ്പൊ അത് ഒരു കലാകാരന്റെ കാഴ്ചപ്പാടിൽ ചിലപ്പോ പലതും നമ്മളുടെ കണ്ണിൽ കാണുന്ന പലതും ഒരു കലാരൂപമായിട്ട് മാറ്റാനോ, അല്ലെങ്കിൽ ഞാനിപ്പോ എവിടെ പോയാലും അങ്ങനെയാണ് ചിന്തിക്കുക. ഈ സുരേഷ് എന്നുള്ള പേര് ഡാവിഞ്ചി സുരേഷ് ആയത് എങ്ങനെയാണ്? അത് എൻ്റെ ജ്യേഷ്ഠനൊരു സ്റ്റുഡിയോ ഉണ്ടായിരുന്നു പണ്ട്. ഈ ഫ്ലെക്സ് ഒക്കെ ഇറങ്ങുന്നതിന് മുൻപ് ഈ പണ്ട് ഇങ്ങനെ ചുമരിലും ഹോർഡിങ്സിലൊക്കെയാണ് ഈ ജ്വല്ലറികളുടെയും ടെക്സ്റ്റൈൽസിന്റെ ഒക്കെ പരസ്യങ്ങൾ എഴുതി വെക്കുക. അപ്പൊ അത്തരത്തിൽ അതിൽ ഞാൻ ചിത്രം വരയ്ക്കുന്ന ഒരാളായിരുന്നു. അപ്പൊ മുളയൊക്കെ കെട്ടിവെച്ച് വലിയ ഹോർഡിങ്ങുകളിലൊക്കെ നമ്മളിങ്ങനെ കയറി നിന്ന് ഇങ്ങനെ ഇനാമൽ പെയിന്റ് ഉപയോഗിച്ചിട്ട് വലിയ ചിത്രങ്ങളൊക്കെ വരയ്ക്കും. അപ്പൊ അതിൻ്റെ ഒരു സ്ഥാപനത്തിന്റെ പേരാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഡാവിഞ്ചി എന്നുള്ളത്. ലിയാനാർഡോ ഡാവിഞ്ചി എന്ന് പറയുന്ന ഒരു സ്ഥലപ്പേരാണ്. ആ പേരാണ് ഞങ്ങളുടെ ഒരു തൂലികാനാമമായിട്ട് എടുത്തിട്ടുള്ളത്. എൻ്റെ ജ്യേഷ്ഠൻ ഉണ്ണികൃഷ്ണനാണ് അത് തുടങ്ങി വെച്ചത്. അപ്പൊ അദ്ദേഹത്തിന്റെ കൂടെ ഞങ്ങളെല്ലാവരും ഒരുമിച്ചാണ് വർക്ക് ചെയ്തിരുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ കുടുംബത്തിലുള്ള എല്ലാവരും ഒരു ഡാവിഞ്ചി കുടുംബമായിട്ട് മാറി എന്ന് വേണമെങ്കിൽ പറയാം. ഈ പേരിലുള്ള വ്യത്യസ്തത പോലെ തന്നെ തലയിലുള്ള ഒരു കെട്ടും അതൊരു വ്യത്യസ്തമാണ്. അതിന്റെ പിന്നിൽ എന്തെങ്കിലും കഥകളുണ്ടോ? അതും ഒരു കഥയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം ഈ കോവിഡിന് മുൻപായിട്ട് എനിക്കൊരു സോറിയാസിസ് എന്ന് പറഞ്ഞൊരു വലിയൊരു അസുഖം പിടിപെട്ടിട്ടുണ്ടായിരുന്നു. വലിയ മാരകമായിട്ട് എന്നെ ആക്രമിച്ചു. ശരീരം മൊത്തം എന്താ പറയുക, തൊലികളൊക്കെ പൊട്ടിപ്പൊളിഞ്ഞ് അങ്ങനത്തെ അടയാളങ്ങളൊക്കെ വീണിട്ടുള്ളൊരവസ്ഥ ഉണ്ട്. അങ്ങനെ എല്ലാം ഞാൻ ആയുർവേദ മരുന്നാണ് അന്ന് കഴിച്ചിരുന്നത്. പക്ഷെ ഞാനൊരു എല്ലും തോലും ആയിട്ടുള്ളൊരവസ്ഥ വരെ വന്നു. വളരെ 80 കിലോ ഉണ്ടായിരുന്നു, ഞാൻ വെറും 50 കിലോ ആയിട്ട് കുറഞ്ഞു. അങ്ങനെ വല്ലാത്തൊരവസ്ഥയിലായിരുന്നു അന്ന്. ആ ജീവിതത്തിൽ നിന്ന് തിരിച്ചു വന്നു, മരുന്നൊക്കെ കഴിച്ച് തിരിച്ചു വന്നപ്പോൾ തലയിൽ കുറെ കലകൾ ഇങ്ങനെ, നമ്മൾ കലകൾ കുറെ ഉണ്ടാക്കുന്നുണ്ടല്ലോ. അപ്പൊ ദൈവത്തിന്റെ കലകൾ കുറെ എൻ്റെ തലയിൽ കുറെ വരച്ചു വെച്ചു എന്നുള്ളതാണ്. അപ്പൊ അത് മറയ്ക്കാൻ വേണ്ടിയിട്ട് അന്ന് ഈ യൂട്യൂബ് വീഡിയോ ഒക്കെ കുറച്ച് ഞാൻ ചെയ്യുമായിരുന്നു. എൻ്റെ ക്യാമറാമാൻ സിംബാദാണ് എന്നോട് പറഞ്ഞത്, തൊപ്പിയാണ് ഞാൻ അന്ന് വെച്ചിരുന്നത്. അപ്പൊ കണ്ണിനിങ്ങനെ ഷെയ്ഡ് വരുന്നത് കൊണ്ട് ഇത്തരത്തിൽ എന്തെങ്കിലും ഒരു സംഭവം ചെയ്യാലോ എന്ന് വിചാരിച്ചിട്ട്. പലരും വിചാരിച്ചിരിക്കുന്നത് ഒരു എന്താ പറയുക, ന്യൂ ജനറേഷൻ സ്റ്റൈലിൽ ഇങ്ങനെ കെട്ടി നടക്കുന്നതാണെന്നാണ്. പക്ഷെ അന്നത്തെ അവസ്ഥയിൽ എൻ്റെ തലയിൽ അടയാളങ്ങൾ മറയ്ക്കാൻ വേണ്ടി മാത്രം ഞാനത് വെച്ച് തുടങ്ങിയത്. പക്ഷെ ഞാനിപ്പോൾ ദുബായിൽ പോയാലും സൗദി പോയാലും അല്ലെങ്കിൽ നാട്ടിലിറങ്ങി നടന്നാലും ഈ കെട്ടാണ് എന്നെ പലരും തിരിച്ചറിയുന്നത്. ഈ നേരത്തെ പറഞ്ഞ പോലെ വലിയ വലിയ ക്യാൻവാസിൽ വലിയ ഇത്തരത്തിലുള്ള രചനകളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ പല ഇടത്തുനിന്നും ഒരുപാട് അംഗീകാരങ്ങൾ കിട്ടിയിട്ടുണ്ട്, ഒരുപാട് പേര് അഭിനന്ദിച്ചിട്ടുണ്ട്. പക്ഷെ ഈ പറയുന്ന ചില കലാകാരന്മാർ, അത് കലയെ ഒരുപാട് പഠിച്ചിട്ട് മുന്നോട്ട് വന്ന ആളുകൾ, അവരതിനെ വിമർശിച്ചിട്ടുമുണ്ട് കുറച്ച് ആളുകൾ. അതിനോട് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? അല്ല, അത് ഓരോരുത്തർക്കും ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, ഓരോരുത്തർക്കും അവരുടേതായ സ്പേസ് ഈ ഭൂമിയിലുണ്ട്. ഓരോരുത്തർക്കും അവരുടെ മനസ്സിൽ തോന്നുന്ന ആശയങ്ങളും രീതികളും ഉപയോഗിക്കാമെന്നുള്ളതാണ്. കാരണം നമ്മൾ പണ്ട് എഴുത്തെഴുതിയിരുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു. അത് മാറി നമ്മൾ ഫോണിൽ ലൈവായിട്ട് നേരിട്ട് കാണുന്ന കാലഘട്ടം. അപ്പോൾ ആധുനികമായിട്ടുള്ള സജ്ജീകരണങ്ങൾ നമ്മൾ ഉപയോഗിക്കുക എന്നുള്ളത് നമ്മളുടെ ഒരു മാറ്റങ്ങളുടെ തിരുത്തലുകളുടെ ഒക്കെ കാലമാണ്. ഇപ്പൊ പണ്ട് നമ്മൾ പെൻസിലാണ്, നമുക്ക് പെൻസിൽ കിട്ടിയത് കൊണ്ടാണ് നമ്മൾ പെൻസിൽ കൊണ്ട് വരയ്ക്കുന്നത്. പണ്ട് ഗുഹാമുഖത്തൊക്കെ ആളുകൾ വരച്ചിരുന്നത് കല്ലും അല്ലെങ്കിൽ കരിയും ഒക്കെ ഉപയോഗിച്ചിട്ടാണ്, ചോക്കും അങ്ങനെയുള്ള സാധനങ്ങൾ ഉപയോഗിച്ചിട്ടാണ്. ഓരോ കാലഘട്ടത്തിലും അവനവന് കിട്ടുന്ന സാധനങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഓരോ ആർട്ടിസ്റ്റുകളും വരയ്ക്കുക. ഞാൻ ഈ ആധുനിക കാലഘട്ടത്തിലും പണ്ടത്തെ ചോക്കിരുന്ന് വരയ്ക്കണം എന്ന് പറഞ്ഞ് അത് ശരിയായിട്ടുള്ളൊരു കാര്യമല്ലല്ലോ. നമുക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ കിട്ടുന്ന പെയിന്റുകളും അല്ലെങ്കിൽ കിട്ടുന്ന രീതികളും നമ്മൾ ഉപയോഗിക്കുക എന്നുള്ളതാണ്. എല്ലാത്തിൽ നിന്നും ഒരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു ക്യാൻവാസിലും ഒരു പേപ്പറിലും മാത്രം വരയ്ക്കുന്നതല്ല ചിത്രകല. നമുക്ക് മനസ്സിലൊരു കലയുണ്ടെങ്കിൽ നമുക്ക് എവിടെ വേണമെങ്കിലും ചിത്രങ്ങൾ രൂപപ്പെടുത്താം. അത് ഓരോരുത്തരുടെയും ഞാൻ ചിന്തിക്കുന്ന അങ്ങനെയാണ്. ഏത് രീതിയിൽ വേണമെങ്കിലും ഇപ്പോൾ 100 മീഡിയങ്ങൾ, ഇപ്പോൾ ആയിരക്കണക്കിന് മീഡിയങ്ങൾ ചിലപ്പോൾ ചെയ്യാൻ കഴിയും. പക്ഷെ 100 മീഡിയം എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. ഞാനിപ്പോൾ 98 വരെ എത്തിക്കഴിഞ്ഞു. ഇനി ഒരു 2 കൂടെ ചെയ്താൽ തന്നെ എൻ്റെ ആ ലക്ഷ്യം ഒരു റെക്കോർഡിനോ ഒന്നും വേണ്ടിയിട്ടല്ല, ഒരു കലാകാരന്റെ ആഗ്രഹമാണ്. ഇങ്ങനെ ഒരു ലോകത്ത് ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ പരിശ്രമിക്കുകയാണ് അത് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ പറഞ്ഞ പഴഞ്ചൊല്ലുകൾ വരെ തിരുത്താൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. തീക്കട്ടയിലും ചിലപ്പോൾ അടുത്തതിൽ നമ്മൾ തീക്കട്ടയിലും ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിരിക്കും. അപ്പൊ അതാണ് നമ്മൾ പരിശ്രമിക്കുക എന്നുള്ളതാണ്. പരിശ്രമിച്ചാൽ നമുക്ക് എന്തും നേടാൻ കഴിയും. നമുക്ക് ഈ ഭൂമിയിൽ ഒരു ലക്ഷ്യം ഉണ്ടാവണം. നമുക്കൊരു ഈ കിട്ടുന്ന ജീവിതത്തിൽ
നമുക്ക് ചെയ്യാൻ കഴിയുന്നതെല്ലാം ചെയ്യണം. എത്ര കാലം ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നു എന്നുള്ളതിലല്ല കാര്യം, ജീവിച്ചിരുന്നപ്പോൾ നമ്മൾ എന്ത് ചെയ്തു എന്നുള്ളതിനാണ് പ്രാധാന്യം. നമുക്ക് ഈ ആയുസ്സിൽ നമുക്ക് ചിലപ്പോൾ പലതും മറ്റുള്ളവരെ ഉണർത്താനും മോട്ടിവേഷൻ കൊടുക്കാനും അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് കല വളർത്താനും വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്നത് എന്തും നമുക്ക് ചെയ്യാൻ ശ്രമിക്കണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. എങ്ങനെയാ ചെറുപ്പം മുതലേ കലയോടുള്ള ആഗ്രഹം ഉണ്ടായിരുന്നോ? എവിടെ നിന്നാണ് പഠിച്ചതൊക്കെ? ഞാൻ ശരിക്കും പറഞ്ഞാൽ 10ാം ക്ലാസ് വരെ പോയിട്ടുള്ളൂ. ഒരു ആർട്സ് കോളേജിൽ പോലും ഞാൻ പോയിട്ടില്ല. എൻ്റെ ജ്യേഷ്ഠൻ വരയ്ക്കുന്നത് കണ്ടിട്ടാണ് ഞാനും പടങ്ങളും ചിത്രങ്ങളൊക്കെ വരച്ച് തുടങ്ങിയത് തന്നെ. ഒരുപാട് എന്താ പറയുക, എന്നെ കൊണ്ടാവുന്ന രീതിയിലുള്ള ചിത്രങ്ങൾ ഞാൻ ചെറുപ്പം മുതലേ ഇങ്ങനെ വരച്ചുകൊണ്ടിരുന്നിരുന്നു. അതിനിടയ്ക്കാണ് ഇങ്ങനെ മീഡിയങ്ങളുടെ ഒരു വ്യത്യസ്തത വന്നത്. പിന്നെ എൻ്റെ ഒരു ജോലി എന്ന് പറയുന്നത് ചലിക്കുന്ന ശില്പങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. അതൊരു 26 വർഷമായിട്ട് ഇപ്പോൾ ഞാനിപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് കേരളത്തിലും തമിഴ്നാട്ടിലും കർണാടകയിലൊക്കെ ഇങ്ങനെ എൻ്റെ ശില്പങ്ങൾ കൊണ്ടുപോകാറുണ്ട്. അത് 35 അടി ഉയരത്തിൽ വരെ നമ്മളൊരു ശില്പം ഉണ്ടാക്കാറുണ്ട്, ചലിക്കുന്ന ശില്പങ്ങൾ. അതിപ്പോൾ ആനയും ദിനോസറും ഗോഡ്സിലെയും അതുപോലെ തന്നെ പല മൃഗങ്ങളും വലുതായിട്ട്, അതുപോലെ സിനിമാ താരങ്ങളുടെ ശില്പങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. എല്ലാം ചലിക്കുന്നതാണ്. ഒരു മോട്ടറിൽ സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ കൈയും കാലും കണ്ണും ഒക്കെ ചലിക്കുന്ന രീതിയിലേക്കാണ് ഈ മൃഗങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. ഇതെല്ലാം പീസായിട്ട് നെറ്റ് ബോൾട്ടിങ് സിസ്റ്റായിട്ട് നമ്മളുടെ കൂടെ കുറേ കലാകാരന്മാരും കൂടെ നമ്മുടെ കൂടെയുണ്ട്, സഹായികളായിട്ടുള്ള കുറച്ച് ആളുകൾ. അപ്പോൾ അവരെയും കൂടി കൂട്ടിയിട്ട് ഒരു ജീവിതമാർഗ്ഗമായിട്ട് നമുക്കൊരു കൊണ്ടുപോകുന്നതാണ് ഈ ഒരു മൂവിങ് മിറാക്കിൾസ് എന്ന് പറയുന്ന ചലിക്കുന്ന അത്ഭുതങ്ങൾ. ഇപ്പോൾ ഒരു 26 വർഷമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് കൊണ്ടു നടക്കുന്നുണ്ട്. ഈ കലയെ ഒരു ജീവിതമാർഗമാക്കുക, അതിൽ നിന്ന് വരുമാനം കണ്ടെത്തുക, അതുകൊണ്ട് ജീവിക്കുക എന്നൊക്കെ പറയുന്നത് കുറച്ച് റിസ്ക് ഉള്ള കാര്യമാണ്. അതിനെങ്ങനെയാണ് ആ കാര്യം മീറ്റ് ചെയ്യുന്നത്? അല്ല, അത് നമ്മൾ പരിശ്രമിച്ചാൽ നമുക്ക് പലതും നടക്കും. ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കലാകാരന്മാർക്ക് ഒരു പൊതുവെ ഒരു ആളുകളുടെ ഇടയിലൊരു എന്താ പറയുക, അവർക്ക് ചിന്തകളും ഭാവനകളും വരണമെങ്കിൽ എന്തെങ്കിലും നടനടിക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും അവൻ്റെ ഒരു മയക്കുമരുന്നുകൾ ഉപയോഗിക്കണം, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും വന്നാലാണ് അവന് പുതിയ ഭാവനകൾ ഉണ്ടാവുക, സൃഷ്ടികൾ ഉണ്ടാവുക എന്നൊക്കെ പൊതുവെ പറയാറുണ്ട്. പക്ഷെ എനിക്കിപ്പോൾ 51 വയസ്സായി. ഞാൻ ജനിച്ചിട്ട് ഇന്ന് വരെ ഒരു ലഹരിയുടെയും രുചി പോലും അറിയാതെ ജീവിക്കുന്ന ഒരാളാണ് ഞാൻ. ഇതില്ലാതെ തന്നെ എനിക്ക് ഇത്തരം വർക്കുകളൊക്കെ ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ തെളിയിച്ചിട്ടുണ്ട്. കാരണം ഈ നിമിഷം വരെ എനിക്ക് അങ്ങനെ കഴിയാമെങ്കിൽ എനിക്ക് മരിക്കുന്നത് വരെ അത് പാലിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാനൊരു ലഹരി വിരുദ്ധ ദിനത്തിനാണ് ജൂൺ 26-നാണ് ഞാൻ ജനിച്ചത്. തൃശ്ശൂർ നമുക്ക് വടക്കേ സ്റ്റാൻഡിൽ നോക്കിയാൽ അറിയാം, ഒരു വലിയൊരു ലഹരി ഭീകരന്റെ ശില്പം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് കംപ്ലീറ്റ് ഈ വണ്ടികളുടെ നെട്ടും പാർട്സുകൾ ഉപയോഗിച്ചിട്ടാണ്, ഗിയർ വീലുകളാണ് കൂടുതലും അതിന് ഉപയോഗിച്ചിരിക്കുന്നത്. ഒരു നീരാളി പോലെ ആണ് ആ ഒരു രൂപം ഞാൻ ഉണ്ടാക്കിയത്. കുട്ടിയെ ആക്രമിക്കുന്ന രീതിയിലാണ്. നമ്മുടെ തൃശ്ശൂർ സിറ്റി പോലീസാണ് അത് ചെയ്യാനായിട്ട് എന്നെ ഏൽപ്പിച്ചത്. സുവർദ്ധകുമാർ എന്ന് പറഞ്ഞൊരു സാറാണ് എന്നെ ഏൽപ്പിച്ചിട്ടുള്ളത്. അപ്പം അത്രയും നമ്മളായൊരു എന്താ പറയുക, ലഹരിക്കെതിരെ പ്രവർത്തിക്കുന്ന ഒരാളാണ്. കലാകാരനെ ഇങ്ങനെ ആയിരിക്കണം എന്നുള്ളത് പൊതുവെ മുദ്ര കുത്തപ്പെടുന്ന അതിൽ നിന്നും ഒരു മാറ്റം ഈ രീതിയിൽ ഞാൻ മാറ്റിയെടുത്തിട്ടുണ്ട്. ഒരു ലഹരിയുമില്ലാതെ നമുക്ക് ഇതൊക്കെ എല്ലാം ചെയ്യാൻ കഴിയണം. തൃശ്ശൂരാണ് സ്വദേശം. കലാഭവൻ മണിയുടെ വലിയൊരു പ്രതിമ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അദ്ദേഹം അതുണ്ടാക്കിയതിനെ പറ്റിയും അദ്ദേഹമായിട്ടുള്ള ഒരു ബന്ധത്തെ വളരെ ചെറുപ്പം മുതലേ മണിച്ചേട്ടൻ്റെ സ്റ്റേജുകളിലൊക്കെ പോയിട്ട് മിമിക്രിയൊക്കെ കാണാമായിരുന്നു. ഞാനും എനിക്ക് സ്വന്തമായിട്ട് ഒരു മിമിക്സ് ട്രൂപ്പൊക്കെ ഉണ്ടായിരുന്നു. Me+Me = എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഗ്രൂപ്പായിരുന്നു. അന്ന് നല്ലൊരു കുറേ വേദികളിൽ കേരളത്തിൽ പല സ്റ്റേജുകളിലൊക്കെ പോയിട്ടുണ്ടാവും. മണിച്ചേട്ടൻ തന്നെ അവാർഡും പിന്നെ പേ അവാർഡും പിന്നെ മണി എന്ന് പറഞ്ഞൊരു കാസറ്റിൽ എൻ്റെ ഒരു ശബ്ദമുണ്ട് കുറച്ച്. അപ്പോൾ അദ്ദേഹം അത് കലാഭവൻ കബീർ മുഖേനയാണ് ഞാൻ മണിച്ചേട്ടനെ പരിചയപ്പെടുന്നതും. മണിച്ചേട്ടനുമായിട്ട് കുറേ അവിടുത്തെ നക്ഷത്ര കാഴ്ച എന്നൊക്കെ പറയുന്ന ക്രിസ്തുമസിനൊക്കെ നടത്തുന്ന പ്രോഗ്രാം, അതുപോലെ പള്ളിപ്പെരുന്നാൾ വരുന്ന സമയത്തൊക്കെ മണിച്ചേട്ടൻ അവിടെ ഓരോ പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കും. അയ്യപ്പൻ വിളക്ക് വരുമ്പോഴും അദ്ദേഹം അവിടെ ഒരു വിളക്ക് സംഘടിപ്പിക്കും. അപ്പോൾ ആ സമയങ്ങളിലൊക്കെ അവിടെ ആൾക്കാർക്ക് കാഴ്ചയ്ക്കായിട്ട് എൻ്റെ ഈ മൂവിങ് ശില്പങ്ങളൊക്കെ കുറേ അവിടെ കൊണ്ടുവെക്കും. പിന്നെ മണിച്ചേട്ടൻ്റെ ആയിട്ട് വളരെ ഒരു സഹോദരനെ പോലുള്ളൊരു ബന്ധം എനിക്ക് അദ്ദേഹവുമായിട്ടുണ്ടായിട്ടുണ്ട്. എനിക്ക് പറഞ്ഞാൽ എൻ്റെ കല്യാണ സമയത്ത് എനിക്ക് താലിമാല വാങ്ങി തന്നത് വരെ മണിച്ചേട്ടനാണ്. അപ്പം അത്രയും എൻ്റെ കല്യാണത്തിൻ്റെ തലേ ദിവസവും അന്നത്തെ ദിവസവും മണിച്ചേട്ടൻ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. മരിച്ചു കഴിഞ്ഞപ്പോൾ നമുക്ക് വല്ലാണ്ടൊരു അവസ്ഥയായിരുന്നു. രാമകൃഷ്ണൻ എന്നെ വിളിച്ചിട്ട് ഒരു ദിവസം എന്നോട് പറഞ്ഞു, ഇങ്ങനെ മണിച്ചേട്ടന് വേണ്ടിയിട്ടൊരു ശില്പം ചെയ്യണം, എൻ്റെ കയ്യിൽ പൈസ ഒന്നുമില്ല, അപ്പോൾ നമുക്ക് എങ്ങനെയെങ്കിലും അടുത്ത വർഷത്തിനുള്ളിൽ ഒരു ശില്പം ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എനിക്ക് പൈസ ഒന്നും വേണ്ട, ഞാൻ എൻ്റെ ഒരു ജ്യേഷ്ഠനെ പോലെ കരുതുന്ന ഒരാളാണ്, ഞാനത് ചെയ്തോളാന്ന് പറഞ്ഞിട്ട് ഞാനൊരു ഫൈബറിലൊരു ശില്പം ഉണ്ടാക്കുകയാണ് ചെയ്തത്. 1-ാം ചരമവാർഷിക ദിനത്തിനാണ് മണിച്ചേട്ടൻ്റെ ആ പ്രതിമ അവിടെ ഞാൻ കൊണ്ടുവെക്കുന്നത്.
ശരിക്കും പല സ്ഥലങ്ങളിൽ പോയാലും എനിക്ക് എടുത്തു പറയാൻ പറ്റുന്നൊരു പ്രതിമയാണ്, എല്ലാവരും അറിയുന്ന, എല്ലാവരും കണ്ടിട്ടുള്ളൊരു പ്രതിമയാണ് മണിച്ചേട്ടൻ്റെ പ്രതിമ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം പറയുന്നത് മണിച്ചേട്ടൻ്റെ പ്രതിമയുടെ കാര്യമായിരിക്കും. ആർക്കെങ്കിലും പെട്ടെന്ന് തന്നെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് പറയുന്ന ഒരു കാര്യം കൂടിയാണ്. അത്രയും നമ്മളൊരു എപ്പോഴും രാമകൃഷ്ണൻ എപ്പോഴും വിളിക്കും. ചുരുങ്ങിയ സമയം കൊണ്ട് ആളുകളുടെ ചിത്രങ്ങൾ പേപ്പറിലാക്കുന്ന ഒരാളാണ്. ഞാനൊരാളെ തന്ന ആ ആളുടെ ചിത്രം ഒന്ന് പെട്ടെന്ന് വരയ്ക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും. നമസ്കാരം. ഈ വെള്ളത്തിൽ പെയിന്റ് അടിക്കാന്ന് കേട്ടിട്ടേ ഉള്ളൂ. ഇത് ഒറിജിനൽ വെള്ളത്തിൽ മാത്രമല്ല, ഐസ് പെയിന്റ് അടിക്കുന്ന അക്ഷയ ഗംഭീരമായിരുന്നു കേട്ടോ. സ്ഥലം എവിടെയായിരുന്നു? ലഡാക്കിലായിരുന്നു അല്ലേ? ഗംഭീരമായിട്ടുള്ള ശിവന്റെ ചിത്രം കിടു. മൂക്കും ഒരു പ്രത്യേകതയാണ്. ഇതാ മൂക്ക് കുറച്ച് നീണ്ട മൂക്കും കുറച്ച് വലുതോ, ഡിസ്പ്രപ്പോർഷനേറ്റാ. കുറച്ച് ഗ്ലാമറുള്ള ആൾക്കാരെ വരയ്ക്കാൻ കുറച്ച് റിസ്ക്കാണ്. ചായ വരത്തിരിക്കുക, രാജീവന്തിനൊക്കെ വരയ്ക്കുമ്പോൾ കാർട്ടൂണിസ്റ്റുകൾ പറയുന്നത് കേൾക്കാറുണ്ട്. വരയ്ക്കാൻ പറ്റില്ല, ഭയങ്കര ഒപ്പിച്ചെടുക്കാൻ പാടാണ്. ചെറിയ ഡിഫോമിറ്റി വലിയ മൂക്ക്, അതെ, കണ്ണ്, തലമുടി, എക്സാജറേറ്റ് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഐറ്റംസ് ഉണ്ടാവണം. വളരെ കുറച്ച് സമയം കൊണ്ട് വരച്ചാണ് ഒരു കാരിക്കേച്ചറാണ്. സൂപ്പർ, എക്സലന്റ്. വളരെ ചുരുങ്ങിയ സമയം കൊണ്ടല്ലേ? ഓക്കെ. മൂക്ക് കുറച്ച് നീട്ടിട്ടാണ് അല്ലേ? ചെവിയുണ്ട്. എനിക്ക് തന്നെ ഇല്ല, എന്റെ കുഴപ്പങ്ങളൊക്കെ കൃത്യമായിട്ട് അറിയാം. വളരെ കൃത്യമായിട്ട് വരച്ചു. താങ്ക് യു. നിമിഷ നേരം കൊണ്ട് വരച്ചു കൊടുത്ത് അവർക്കത് സമ്മാനിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നിയൊരു മൊമെൻ്റ് ഓർമ്മയുണ്ടോ? കുറേ പേരൊക്കെ അങ്ങനെ ലൈവായിട്ട് കാരിക്കേച്ചറുകൾ വരയ്ക്കാറുണ്ട്. പിന്നെ സുരാജ് വെഞ്ഞാറമൂടിൻ്റെ ഒരു ചിത്രം പൊടികൾ ഉപയോഗിച്ചിട്ട് ഒരു വേദിയിൽ ഞാനിങ്ങനെ ഇതുപോലെ വരച്ചിരുന്നു. വലിയ സന്തോഷം ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു അനുഭവവും കാര്യങ്ങളൊക്കെ. ചെറുപ്പം പോലെ വരയ്ക്കുമെന്ന് പറഞ്ഞു. അപ്പം കുറച്ച് കൂടെ വലുതായതിനു ശേഷം വലിയ വലിയ മീഡിയങ്ങൾ ഉപയോഗിച്ചും വ്യത്യസ്തമായ രീതിയിലും ഒക്കെ വരയിലേക്ക് കടന്നിട്ടുണ്ട്. ആ ഒരു സമയത്ത് എന്തെങ്കിലും സ്ട്രഗിളുകളോ അങ്ങനെ എന്തെങ്കിലും ഉയർന്നു വരാൻ എന്തെങ്കിലും സ്ട്രഗിളുകളോ അല്ലെങ്കിൽ നേരിട്ട എന്തെങ്കിലും പ്രയാസങ്ങളോ ഒക്കെ ഉണ്ടായിട്ടുണ്ടോ? കമൽഹാസൻ്റെ ചിത്രം ഞാനൊരു വലിയൊരു റിസോർട്ടിൻ്റെ മുകളിലുള്ള സ്വിമ്മിംഗ് പൂളിലാണ് മൂന്നാറിൽ ചെയ്യുന്നത്. അന്ന് വലിയ കാറ്റ് വന്നിട്ട് ഇതെല്ലാം ചുരുണ്ടുപോയ അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ കമൽഹാസൻ്റെ ചിത്രം ഷർട്ടോ കഴുത്തൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. കാരണം അപ്പോഴേക്കും ശക്തമായ കാറ്റ് വന്നിട്ട് ഇതിനെ ചുരുട്ടിക്കൊണ്ടുപോകുന്ന അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട്. കാറ്റ് കുറയുമ്പോൾ ഞങ്ങളത് പഴയപടി വെള്ളത്തിലേക്ക് എടുത്തിട്ട് വീണ്ടും സ്റ്റാപ്ലയർ അടിച്ചൊക്കെ നിർത്തി അങ്ങനെ അത് മുഴുവനാക്കാതെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു വീഡിയോ ഡ്രോൺ ഷൂട്ടിൽ എടുക്കുന്നത്. അപ്പം അത്തരത്തിൽ നമുക്ക് ചിലതൊക്കെ നമുക്ക് സംതൃപ്തി പക്ഷെ ആളുകൾക്ക് അതൊന്നും ചിലപ്പോൾ പെട്ടെന്നത് പിടിയിട്ടില്ലായിരിക്കും. അത്രേ ഉള്ളൂ ചിത്രം എന്ന് വിചാരിച്ചിട്ടുണ്ടാവുക. പക്ഷെ നമുക്കത് ഇപ്പോൾ ഈ ഐസും കട്ടയിൽ പെയിന്റ് അടിച്ചത് പോലും കുറച്ചും കൂടി സമയം നമുക്ക് കിട്ടുകയായിരുന്നെങ്കിൽ കുറച്ചും കൂടിയും ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് വരയ്ക്കാമായിരുന്നു എന്നൊക്കെ നമുക്ക് തോന്നിയിട്ടുണ്ട്. കാരണം അത് എൻ്റെ രീതിയിൽ അതൊരു പൂർണ്ണതയായിട്ടില്ല. ഒരു സാധാരണ കലാകാരനൊക്കെ ഉപരി ഡാവിഞ്ചി സുരേഷിൻ്റെ ജീവിതം വളരെ വ്യത്യസ്തമാണ്. അപ്പം താങ്കളെ തന്നെ ഒരു പോർട്രേറ്റിൽ ഇതുപോലെ താങ്കളുടെ ജീവിതം ഒരു വലിയൊരു പോർട്രേറ്റിലാക്കാൻ പറഞ്ഞാൽ അതിനെ എങ്ങനെ ആവിഷ്കരിക്കും? എന്തായിരിക്കും അതിൻ്റെ പേര്? അല്ല, അത്
മുമ്പ് എന്നെക്കുറിച്ചൊരു പുസ്തകം എഴുതാനായിട്ട് ഡാവിഞ്ചി കോഡ് എന്നാണ് അതിന് പേരിട്ടിരുന്നത്. പക്ഷെ അത് പിന്നീട് അത് വേണ്ടെന്ന് വെച്ച്, കാരണം നമുക്ക് ഒരു ജീവിതകഥ എഴുതാനുള്ള സമയമൊന്നും ആയിട്ടില്ല എന്ന് തോന്നിയതുകൊണ്ട് അത് മാറ്റിയൊക്കെയാണ് ചെയ്തത്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ് ചില ആളുകൾക്ക് ചില മീഡിയങ്ങളിൽ ചെയ്യുന്നത് ചിലപ്പോൾ ഇഷ്ടമായിരിക്കില്ല. ഇപ്പൊ ചെരുപ്പ് പല നിറങ്ങളിൽ കിട്ടും. ചെരുപ്പ് വെച്ചിട്ട് ഞാൻ ഒരാളെ പടം ചെയ്താൽ ചിലപ്പോൾ അയാൾക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടുന്നില്ല. അപ്പൊ അതുപോലെ ഈ ഉറുമ്പ് വെച്ചിട്ട് ഞാൻ എൻ്റെ തന്നെ ചിത്രം വരയ്ക്കാൻ കാരണം അതാണ്. മറ്റൊരാൾക്ക് ഇനി ഒരു വിഷയം ഉണ്ടാക്കണ്ട എന്ന് കരുതിയിട്ടാണ് ഞാൻ ആ ചിത്രം എൻ്റെ തന്നെ ആക്കാനുള്ള കാര്യം ഉണ്ടായിരുന്നത്. അപ്പം അതുപോലെ പല ചിത്രങ്ങളും. എത്ര ജീവിതത്തിൽ ഇന്നേ വരെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിട്ടുള്ള ഒരു കലാകാരൻ ആരായിരിക്കും? അത് നമ്മളുടെ പേരിലുള്ള ലിയനാർഡോ ഡാവിഞ്ചി തന്നെയല്ലേ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ഒരു കലാകാരൻ മാത്രമായിരുന്നില്ല, ഒരു സയന്റിസ്റ്റ് പോലെയായിരുന്നു അദ്ദേഹം. വിമാനങ്ങളുടെ ചിത്രങ്ങളൊക്കെ വരക്കി, അതുപോലെ മനുഷ്യ ശരീരത്തിന്റെ അവയവങ്ങളുടെ ചിത്രങ്ങളൊക്കെ വരയ്ക്കുകയും ഒരു നമ്മളെ കണ്ടിട്ടുള്ള മൊണാലിസയും അതുപോലെ തന്നെ അവസാനത്തെ അത്താഴവും അങ്ങനെയുള്ള കുറച്ച് ചിത്രങ്ങൾ മാത്രമാണ്. പക്ഷെ അദ്ദേഹം ഈ വ്യത്യസ്തനായിരുന്നു. വേറിട്ട മേഖലയിൽ അദ്ദേഹത്തിൻ്റെ കല ജനങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട് അദ്ദേഹം. അപ്പൊ അത് നമുക്ക് അത് തന്നെയാണ് നമ്മളുടെ പ്രചോദനം. നമ്മളൊരു കലയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നല്ല. ഒരുപാട് അംഗീകാരങ്ങൾ കിട്ടിയിട്ടുണ്ട്, ധാരാളം ആളുകൾ നല്ല വാക്കുകൾ പറഞ്ഞിട്ടുണ്ട്. എങ്കിലും മനസ്സിൽ തട്ടി നിൽക്കുന്ന എന്തെങ്കിലും ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ? ആരെങ്കിലും പറഞ്ഞ ഒരു കാര്യമോ അല്ലെങ്കിൽ? അത് ശരിക്കും പറയുകയാണെങ്കിൽ നമ്മളെപ്പോഴും നമ്മൾ ചെയ്ത കാര്യങ്ങളും നമുക്ക് ഏറ്റവും കൂടുതൽ വലുതായിരിക്കും. ഒരിക്കൽ ശ്രീരാമേട്ടൻ്റെ വീട്ടിൽ, VK ശ്രീരാമൻ ചേട്ടൻ്റെ വീട്ടിൽ ഞാനൊരു ദിവസം എന്നെ വിളിപ്പിച്ചു. ഞാൻ വേറിട്ട കാഴ്ചകൾ എന്ന് പറഞ്ഞതിൽ ഒരു ഇൻ്റർവ്യൂ എന്നെ ഒരു ദിവസം എൻ്റെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം എന്നെ ഒന്ന് കാണണമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. അങ്ങനെ ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി. ഞാനെപ്പോഴും അപ്പോൾ നമ്മളുടെ കാര്യങ്ങളിങ്ങനെ പറയാൻ വേണ്ടിയിട്ട് കൂടുതൽ ഇങ്ങനെ നിൽക്കുന്ന പക്ഷെ പുള്ളി നല്ല തിരക്കിലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ പുള്ളിക്ക് എന്നോട് പറയാനുള്ള കാര്യങ്ങൾ മാത്രം, എനിക്ക് സുരേഷിനോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്, സുരേഷ് അത് കേൾക്കാമെന്ന് പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞിരുന്നു. സുരേഷ് ചെയ്യുന്നതെല്ലാനും നല്ല ഗംഭീരമായിട്ടുള്ള വർക്കുകളാണ്. ആനനെ ഉണ്ടാക്കുന്നു, പുലിനെ ഉണ്ടാക്കുന്നു, സിംഹത്തിനെ ഉണ്ടാക്കുന്നു, ദിനോസറെ ഉണ്ടാക്കുന്നു, അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള കുറേ ശില്പങ്ങൾ ചലിക്കുന്നതായിട്ടൊക്കെ ഉണ്ടാക്കുന്നു. എല്ലാം ഗംഭീരം തന്നെ. പക്ഷെ സുരേഷ് ഉണ്ടാക്കുന്നതെല്ലാം കോപ്പിയടിയാണ്. ദൈവം സൃഷ്ടിച്ച ഒരു സാധനത്തിനെ സുരേഷ് കോപ്പി ചെയ്തിട്ട് ചെയ്യുന്നു. അതൊരിക്കലും സുരേഷിന്റെ സൃഷ്ടിയല്ല, അത് വേറൊരാളുടെ സൃഷ്ടിയാണ്. സുരേഷ് കോപ്പി ചെയ്തിട്ടാണ് അത് ചെയ്തിരിക്കുന്നത്. ഞാനപ്പോൾ അവിടെ ഒന്നുമല്ലാതെ അങ്ങനെ ഇരിക്കുകയാണ് എന്ത് കേട്ടുകൊണ്ട്. അദ്ദേഹം പറഞ്ഞ സത്യമാണ്, ഞാൻ തെറ്റ് പറയുന്നില്ല. കാരണം അദ്ദേഹം വീണ്ടും എന്നോട് പറഞ്ഞു, സുരേഷ് ഈ ആർട്ട് എക്സിബിഷനുകളിലൊക്കെ ഒന്ന് പോയി കാണണം. ഇപ്പോഴത്തെ കലാകാരന്മാരുടെ ചിന്തയിൽ വരുന്ന പുതിയ ആശയങ്ങളാണ് അവർ വരച്ചു വെക്കുന്നത്. ഈ ലോകത്തൊന്നും ഇല്ലാത്ത പുതിയ സൃഷ്ടിയാണ് അവർ വരച്ചു വെക്കുന്നത്. അത്തരത്തിൽ സുരേഷിനിൽ നിന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് പുതിയൊരു സൃഷ്ടി, പുതിയൊരു കല ആഗ്രഹിക്കുന്നുണ്ട്. അത് കണ്ടിട്ട് ദൈവം പോലും വിചാരിക്കണം എനിക്കിത് സൃഷ്ടിക്കാൻ കഴിഞ്ഞില്ലല്ലോ. അദ്ദേഹം പറഞ്ഞ വാക്കുകളാണത്, എനിക്കത് സൃഷ്ടിക്കാൻ കഴിഞ്ഞില്ലല്ലോ. അപ്പൊ അത്രയും ഈ ലോകത്ത് നമുക്ക് ചെയ്യാൻ കഴിയുന്ന പുതിയൊരു സൃഷ്ടിയാണ് വേണ്ടത്. ഒരാളും ഈ ലോകത്ത് കാണാത്ത പുതിയൊരു സാധനമാണ് നമുക്ക് ഈ ഭൂമിയിലേക്ക് കൊടുക്കേണ്ടത്. നിനക്ക് ചെയ്യാനുള്ള കഴിവുണ്ട്, പക്ഷെ നീ നിന്റേതായ ഈ പറഞ്ഞ കോപ്പിയടി നിർത്തിയിട്ട് നീ നല്ലൊരു പുതിയ ഭാവന ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കും. അതാണ് ചെയ്യേണ്ടത്. അതിനുവേണ്ടി അതൊരു എന്താ പറയാ, എനിക്കൊരു വലിയൊരു വാക്കുകളായിരുന്നു. നമ്മളത് പിന്തുടർന്നതിന് ശേഷമാണ് കുറച്ചെങ്കിലൊക്കെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് മാറ്റം വന്നതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നേരത്തെ പറഞ്ഞു ജ്യേഷ്ഠൻ ചിത്രം വരയ്ക്കുമായിരുന്നു എന്ന് പറഞ്ഞു. താങ്കൾ ചിത്രം വരയ്ക്കും, മകനും വരയ്ക്കും, മകളും വരയ്ക്കും. മകൻ അവാർഡ് കിട്ടിയിട്ടുണ്ട്. മൂക്ക് കൊണ്ടും ചുണ്ടുകൊണ്ടും ഒക്കെ ചിത്രം വരയ്ക്കുന്ന ആളാണ് മകൻ. ഫാമിലിയെ കുറിച്ചും കൂടെ ഒന്ന് പറയുമോ? എൻ്റെ ഭാര്യയുടെ പേര് ഹേമലത എന്നാണ്. മക്കള് മൂത്തത് പെൺകുട്ടിയാണ് ഇന്ദുലേഖ, രണ്ടാമത്താണ് ഇന്ദ്രജിത്ത്. രണ്ടുപേരും നന്നായിട്ട് വരയ്ക്കുന്നവരാണ്. അതുപോലെ തന്നെ ഡാൻസ് ചെയ്യും, പാട്ട് പാടുന്നവരൊക്കെയാണ്. നമ്മൾ ഇങ്ങനെ വ്യത്യസ്തമായിട്ട് പലതും ചെയ്യുന്നത് കണ്ടിട്ടാണ് അവരും വളരുന്നത്. അപ്പോൾ നിലവിൽ തന്നെ നമ്മുടെ നാട്ടിൽ നമ്മൾ സോഷ്യൽ മീഡിയ നോക്കിയാൽ കാണാം, ചെറുപ്പക്കാരായിട്ടുള്ള ഒരുപാട് പിള്ളേർ പല രീതിയിൽ പല മീഡിയങ്ങൾ ഉപയോഗിച്ചൊക്കെ ചെയ്ത് കാണുന്നത്. അപ്പം അത്തരത്തിൽ എൻ്റെ മകനും ഇത് എന്താ പറയുക, നമ്മൾ ചിന്തിക്കാത്ത കുറേ മേഖലയിലാണ്. അവൻ കൈവിരൽ കൊണ്ടാണ് ആദ്യം വരച്ചു തുടങ്ങിയത്, പിന്നെ കാൽവിരൽ കൊണ്ട് വരയ്ക്കാൻ തുടങ്ങി. അതുപോലെ മൂക്കുകൊണ്ടാണ് സൂര്യയുടെ ഒരു വലിയ 6 അടി വലിപ്പത്തിലുള്ള കളർഫുൾ ചിത്രം അവൻ മൂക്കുകൊണ്ടാണ് വരച്ചത്. ആ സൂര്യ അത് ട്വിറ്ററിൽ ഷെയർ ചെയ്യുകയൊക്കെ ചെയ്തു. അതുപോലെ തന്നെ ചുണ്ടുകൊണ്ട് ഇങ്ങനെ മൊത്തം വെച്ച് ഉമ്മ വെച്ച് ഇങ്ങനെ വലിയൊരു ചിത്രം, ലാലേട്ടൻ്റെ ഒരു ചിത്രം വരച്ചിരുന്നു. ലാലേട്ടൻ നേരിട്ട് വിളിച്ച് അഭിനന്ദിക്കുകയൊക്കെ ചെയ്തു. അപ്പം അത്തരത്തിൽ വ്യത്യസ്തമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടാണ് അവൻ്റെ. ഇപ്പോൾ ഒരു അവസാനം വരച്ച 2 ചിത്രങ്ങളാണ്, ഒന്ന് രജനീകാന്തിൻ്റെയും ഒന്ന് വിജയുടെ. അത് പ്രഷർ പമ്പ് വെച്ചിട്ടാണ്
അവനത് വരച്ചത്. അതെല്ലാം ഈ കൈ തൊടാതെ ആണുള്ള വർക്കുകളാണല്ലോ. അപ്പോൾ പൂപ്പലിങ്ങനെ പ്രഷർ പമ്പ് വെച്ച് അടിച്ച് തെറിപ്പിച്ചിട്ടാണ് അവൻ വരച്ചത്. അപ്പോൾ അവൻ ഇപ്പോൾ മധ്യപ്രദേശിൽ ജബൽപൂർ പഠിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഡിസൈൻ കോഴ്സിനാണ് പഠിക്കുന്നത്. സാധാരണ ആളുകളൊക്കെ ചിത്ര പ്രദർശനം കുറേ ചിത്രങ്ങൾ വരച്ച് അത് പ്രദർശനം നടത്തുക എന്നായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായി ഒരു വലിയ ഒരു സ്പേസിൽ ഒരു ചിത്രം വരച്ചുകൊണ്ട് ഒരുപാട് അറിവുകൾ ആളുകൾക്ക് കൊടുക്കുകയും ഒരുപാട് ചിന്തകൾ എന്താ പറയുക ചിന്തിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കലാകാരനാണ് താങ്കൾ. വളരെ വ്യത്യസ്തമായ ഒരുപാട് കാര്യങ്ങൾ ഇനിയും ചെയ്യാനുണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ 98 മീഡിയമായി ഇനി 2 എണ്ണം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ജീവിതത്തിലെ ആ ഒരു എന്താ പറയുക ആ ഒരു ആഗ്രഹം സാധിക്കും. എന്ത് തന്നെയായാലും വലിയ ഉയരങ്ങളിലേക്ക് ഇനിയും എത്തട്ടെ, ഞങ്ങൾക്ക് ഇനിയും വലിയ അത്ഭുതങ്ങൾ കാണാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഈ ഐസ് കട്ടയിൽ പെയിൻ്റ് അടിച്ച പോലെ തന്നെ. സന്തോഷം. താങ്ക് യു.